നമസ്കാരം. മീഡിയ ഫോറിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. തെരഞ്ഞെടുപ്പിന്റെ രംഗം അങ്ങനെ ചൂടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. തദ്ദേശം 2025 ഞങ്ങൾ തുടക്കം കുറിച്ചപ്പോൾ ആദ്യം ഞങ്ങൾക്കും പറയാനുണ്ട് ജനങ്ങൾക്കൊപ്പമായിരുന്നു. തുടർന്ന് ഞങ്ങൾ സ്ഥാനാർത്ഥിക്കൊപ്പം സഞ്ചരിച്ചു. സ്ഥാനാർത്ഥിയുടെ ആ ദീർഘവീക്ഷണം എങ്ങനെയാണ് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അഭിമുഖീകരിക്കുമ്പോൾ ഒരു വികസനത്തിന്റെ കാഴ്ചപ്പാട് എങ്ങനെ എല്ലാം പ്രേക്ഷകരുടെ സ്വീകരണ മുറിയിലേക്ക് ഞങ്ങൾക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നു മുതൽ ഞങ്ങൾ ആരംഭിക്കുകയാണ് തദ്ദേശം. പ്രത്യേകിച്ച് അറിയാം, തദ്ദേശ പോരാണ്. തദ്ദേശ പോരിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. തദ്ദേശപ്പോരിൽ ഇന്ന് LDFിന് പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുക്കുന്നത് ശ്രീ ജെയിംസ് മാസ്റ്ററാണ്. സ്വാഗതം മാസ്റ്റർ. UDFിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് CO ജേക്കബ് സാറാണ് പങ്കെടുക്കുന്നത്. സ്വാഗതം സാർ. ഭാരതീയ ജനതാ പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ സുബീഷാണ് പങ്കെടുക്കുന്നത്. സ്വാഗതം. പാർലം ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷത്തെ വികസന നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരുപക്ഷെ സംസ്ഥാന തലത്തിൽ തന്നെ ചർച്ച ചെയ്യുന്ന തലത്തിലേക്ക് പഞ്ചായത്തിനെ മാറ്റുവാനായിട്ട് ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു എന്നതിൽ സംശയം ഇല്ല. പ്രത്യേകിച്ച് അറിയാൻ പറ്റും, അതിൻ്റെ നേർ ചിത്രം എന്ന രീതിക്ക് സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ തെരുവ് വിളക്ക് സ്ഥാപിക്കുന്നത് ഒപ്പം പാർലം പഞ്ചായത്തിന് ലഭിച്ചതൊരു അംഗീകാരമാണ്. പ്രത്യേകിച്ച് പാർലം ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു തവണ ദേശീയ അംഗീകാരമായ NQSഉം 2 തവണ സംസ്ഥാന സർക്കാരിൻ്റെ ആർദ്രം കേരള പുരസ്കാരവും നേടാനായിട്ടുണ്ട്. 5 വർഷത്തെ ഭാവനാപൂർണമായ ഒരു കാഴ്ചപ്പാടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെ പാർലം ഗ്രാമപഞ്ചായത്ത് മികച്ച രീതിയിലേക്ക് വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന ആ ഒരു കാഴ്ചപ്പാടിൽ തന്നെ പുതിയൊരു തെരഞ്ഞെടുപ്പിന് മുന്നിലേക്ക് വരികയാണ്. ഒരുപക്ഷെ ഇത്തരം വികസന നേട്ടങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിന് എത്രത്തോളം ഗുണം ചെയ്യും, ജനങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം അത് സ്വാധീനപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്, ഈ തെരഞ്ഞെടുപ്പിലേക്ക് മുന്നിലേക്ക് വയ്ക്കുന്ന ആശയം എന്താണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് കൃത്യമായ ഒരു പ്രകടന പത്രിക ഇറക്കിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എൻ്റെ കയ്യിൽ അടുത്ത 5 വർഷം നമ്മൾ നടപ്പാക്കാൻ പോകുന്ന പ്രകടന പത്രികയുണ്ട്. ഇതുപോലൊരു പ്രകടന പത്രിക വെച്ചാണ് 2020 ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ വോട്ട് തേടിയത്. ആ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ സ്വായത്തമാക്കാനായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചു എന്നതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് വീണ്ടും ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങളുടെ ക്ഷേമം, അതുപോലെ പശ്ചാത്തല വികസനം, തൊഴിൽ, വിദ്യാഭ്യാസ രംഗത്തെ ഉന്നതി, ആരോഗ്യരംഗത്തെ ഉന്നതി, ഇതിലെല്ലാം ഒരു ഗ്രാമപഞ്ചായത്ത് എങ്ങനെയെല്ലാം ആകാം അതിൻ്റെ അടയാളമാണ് പാർലം ഗ്രാമപഞ്ചായത്ത്. നേരത്തെ പറഞ്ഞ 80 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കേരളത്തിൽ ആദ്യമായി 1000ഓളം വരുന്ന പഞ്ചായത്തുകളിൽ ആദ്യമായി സമ്പൂർണ്ണ തെരുവ് വിളക്ക് പൂർത്തീകരണ പഞ്ചായത്തായിട്ട് പാർലത്തെ തിരഞ്ഞെടുത്തത്. അത് വലിയൊരു സ്ട്രെയിനായിരുന്നു. അത് നിർവഹിക്കാൻ കഴിഞ്ഞത് പാർലം ഗ്രാമപഞ്ചായത്തിലെ 15 മെമ്പർമാരായിരുന്നു. ആ ഭരണസമിതി യാതൊരു അല്ലലില്ലാതെ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമായി ജനങ്ങളുടെ വികസനം, നാടിൻ്റെ വികസനം എന്നത് ലക്ഷ്യമാക്കി പ്രവർത്തിച്ചതുകൊണ്ടാണ്. നേരത്തെ പറഞ്ഞ നമ്മുടെ അമ്മാടത്ത് കുടുംബാരോഗ്യ കേന്ദ്രം 2 തവണ ഞങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് വാങ്ങിക്കാൻ പോയവരാണ്. 2 തവണ നമുക്ക് ലഭിച്ചത് ആർദ്ര കേരള പുരസ്കാരമാണ്. ഒരു പ്രാവശ്യം 2 ലക്ഷവും കഴിഞ്ഞ തവണ 3 ലക്ഷം രൂപയും പാരിതോഷികം ലഭിച്ചു. അതുപോലെ തന്നെ NQAS നാഷണൽ റാങ്കിങ്ങിൽ നമ്മൾ 92% റാങ്കോടെയാണ് ഈ ലക്ഷ്യം കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞത്. പാർലം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കോടന്നൂരിലുള്ള ആയുർവേദ ഹോസ്പിറ്റൽ, ആ ആയുർവേദ ഹോസ്പിറ്റലിന് ദേശീയ അംഗീകാരമായ NABH സർട്ടിഫിക്കേഷൻ നേടാനായിട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ, നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി എല്ലാ പൊതുവിദ്യാലയങ്ങളും മികവുറ്റതാക്കുന്ന പ്രവർത്തനമാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ നടപ്പാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്തിലുള്ള ഏക സർക്കാർ വിദ്യാലയമായ അമ്മാടം ഗവൺമെൻറ് LP സ്കൂളിൽ 1 കോടി രൂപ ചെലവഴിച്ച് ഉള്ള MLA ഫണ്ടിൽ നിന്നുള്ള കെട്ടിടവും അതുപോലെ തന്നെ SSKയുടെ ഫണ്ടും ഉപയോഗിച്ച് 1,40 ലക്ഷം രൂപയ്ക്ക് 7 പുതിയ ക്ലാസ് മുറികൾ പണി കഴിപ്പിച്ചു. ആ പണി കഴിപ്പിച്ച ക്ലാസ് മുറികളുടെ പ്രത്യേകത 7 ക്ലാസ് മുറികളും ശീതീകരിച്ച ക്ലാസ് മുറികളാണ്.
തൃശ്ശൂർ ജില്ലയിലെ ഒരു പൊതുവിദ്യാലയം ശീതീകരിച്ച ഗവൺമെൻറ് സ്കൂള് തപ്പി നോക്കിയാൽ കിട്ടില്ല. അത്രയും സൗകര്യത്തിൽ അത്യാധുനിക രീതിയിൽ കുട്ടികൾ പഠിക്കട്ടെ എന്നാണ് പഞ്ചായത്ത് തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ക്ലാസ് മുറികളിലും LCD പ്രൊജക്ടറിൻ്റെ സഹായത്തോടെയുള്ള പഠനം, ക്ലാസ് മുറികളിൽ മുഴുവൻ ക്ലാസ് ലൈബ്രറി, അതുപോലെ മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ, ഒരു മിനി പാർക്ക് തുടങ്ങി നമ്മുടെ പൊതുവിദ്യാലയമാണോ ഇത് എന്ന് തോന്നിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഏറ്റെടുക്കാനായി. കൂടാതെ ജില്ലയ്ക്ക് മാതൃകയായിട്ട് പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ ഗവൺമെൻറ് സ്കൂളിൽ പ്രഭാത ഭക്ഷണം നൽകി വരുന്ന പദ്ധതിയുണ്ട്. അംഗനവാടി കുട്ടികൾക്ക് സംസ്ഥാന സർക്കാർ ഇപ്പം മെനു അനുസരിച്ചാണ് പ്രഭാത ഭക്ഷണം നൽകുന്നത്. പക്ഷേ 5 വർഷമായിട്ട് അവിടെയുള്ള 200 കുട്ടികൾക്കും രാവിലെ 9:30 അധ്യയനം തടസ്സമില്ലാതെ ഇഡ്ഡലി, സാമ്പാർ, അല്ലെങ്കിൽ വെള്ളയപ്പം, കടല, പുട്ട് ഇതൊക്കെ മാറി മാറി കൊടുത്തു വരുന്നു. അത് ആ പൊതുവിദ്യാലയത്തെ എങ്ങനെ ശാക്തീകരിക്കാം എന്നതിൻ്റെ തെളിവാണ്. ഇതുപോലെ തന്നെ ഒരു 50 ലക്ഷം രൂപ ചെലവഴിച്ച് നമ്മുടെ 23 ലിഫ്റ്റ് ഇറിഗേഷനുകളുണ്ട് പാർലം ഗ്രാമപഞ്ചായത്തിൽ. ആ 23 ലിഫ്റ്റ് ഇറിഗേഷനുകളെയും പുനരുജ്ജീവിപ്പിക്കാൻ കഴിഞ്ഞത് പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ വലിയ കാരണമായി. ഇതുപോലെ തന്നെ 3.5 കോടി രൂപ ചെലവഴിച്ച് ഒരു 15 മാസത്തിനുള്ളിൽ അത്യാധുനിക രീതിയിലുള്ള കെട്ടിട സമുച്ചയം പാർലം ഗ്രാമപഞ്ചായത്തിന് വരാനായിട്ട് പോവുകയാണ്. ഇതുപോലെ തന്നെ നമ്മുടെ വെങ്ങിണിശ്ശേരിയിലുള്ള വെറ്റിനറി ഹോസ്പിറ്റൽ, ആ വെറ്റിനറി ഹോസ്പിറ്റലിൽ ജില്ലയിലെ മാതൃകാ വെറ്റിനറി ഹോസ്പിറ്റൽ എന്ന ബഹുമതി നേടി 5 ലക്ഷം രൂപ പാരിതോഷികം ലഭിച്ചു. പഞ്ചായത്തിനാണ് ലഭിച്ചത്. ഈ പാരിതോഷികവും അതുപോലെ വാർഷിക പദ്ധതിയിലും ഉൾപ്പെടുത്തി ഒരു വലിയ ക്ഷീരഗ്രാമമാണ് പാർലം ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വരുന്ന സമയത്ത് പ്രതിദിനം ആ പഞ്ചായത്തിൽ 1100 ലിറ്റർ പാല് ഉൽപ്പാദനമാണ് നടന്നിരുന്നതെങ്കിൽ 75 കറവ പശുക്കളെ ഞങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ ക്ഷീര കർഷകർക്ക് കൊടുക്കാനായി. അത് ക്ഷീരോത്പാദന രംഗത്ത് വലിയ കുതിച്ചുചാട്ടമായി. ഇപ്പോൾ 1600 ലിറ്റർ പാല് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥിതിയായി. നമ്മുടെ പഞ്ചായത്തിൽ ആകെ 23 അംഗനവാടികളുണ്ട്. ആ 23 അംഗനവാടികൾക്കും ഈ പറയുന്ന സ്വന്തമായ കെട്ടിടം എന്നത് യാഥാർത്ഥ്യമാവുകയാണ്. ഇതുപോലെ തന്നെ നമ്മുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് നിങ്ങൾക്കെല്ലാം അറിയാം, ഒരു 2006 VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് ആറാട്ടുപുഴയിൽ നിന്ന് കുടിവെള്ളം നമ്മുടെ ഐക്കുന്ന് എന്ന് പറയുന്ന ഭാഗത്ത് ടാങ്കിൽ സമാഹരിച്ച് ആ രൂപത്തിൽ വലിയ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ, അതിനു മുൻപൊക്കെ ടാങ്കർ ലോറികളെ ആശ്രയിച്ചിരുന്നൊരു ഗ്രാമമായിരുന്നു, അതിന് വലിയ പരിഹാരമായി. പിന്നെ ഒരു പ്രത്യേകത, സംസ്ഥാന സർക്കാർ നടപ്പാക്കി വരുന്ന 62 ലക്ഷം പേർക്ക് കൊടുക്കുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ, ആ സാമൂഹ്യക്ഷേമ പെൻഷൻ ഇപ്പോൾ 2000 ആയിട്ട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പാർലം ഗ്രാമപഞ്ചായത്തിൽ 4487 പേർക്ക് എല്ലാ മാസവും 1600 രൂപ നൽകി വരുന്നു. കഴിഞ്ഞ മാസം മുതൽ 2000 രൂപ വെച്ച് നൽകി വരുന്നു. ഇപ്പോൾ ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന സംസ്ഥാന സർക്കാർ പാർലം ഗ്രാമപഞ്ചായത്തിലെ ക്ഷേമ പെൻഷൻ മാത്രം ചെലവഴിക്കുന്നത് ഒരു മാസം 89,74,000 രൂപയാണ്. ഞാനിത് സൂചിപ്പിച്ചത് ഇങ്ങനെ ഈ ക്ഷേമ പെൻഷൻ ഇന്ത്യയിൽ കേരളത്തിലല്ലാതെ മറ്റ് 27 സംസ്ഥാനങ്ങളിലുമില്ല. അപ്പോൾ ഒരു വീട്ടിൽ വയസ്സായ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ നമ്മുടെ 4000 രൂപ വീട്ടിലേക്ക് കിട്ടുകയാണ്. അതുകൊണ്ട് കൂടിയാണ് ഈ കഴിഞ്ഞ നവംബർ മാസം 1-ാം തീയതി നമ്മുടെ സംസ്ഥാന സർക്കാർ ലോകത്ത് തന്നെ ഒരു അത്ഭുതം സൃഷ്ടിച്ചു, അതിദരിദ്രർ ഇല്ലാത്ത ഒരു സംസ്ഥാനം. ഞാൻ അതിലേക്ക് തിരികെ വരാം. തീർച്ചയായിട്ടും UDFൻ്റെ പ്രതിനിധിയോട് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ഇവിടെ പാർലം പഞ്ചായത്തിൻ്റെ പ്രതിനിധി സൂചിപ്പിച്ച പോലെ തന്നെ വികസന നേട്ടങ്ങളാണ് പറഞ്ഞത്. അതിന് ബദലായി എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? കാരണം ഈ സംസ്ഥാനം 10 വർഷമായി ഭരിക്കുന്നത് LDF ആണ്, നമ്മൾ അംഗീകരിക്കും. പക്ഷെ 10 വർഷം ഭരിച്ചപ്പോൾ അവർക്ക് ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യരംഗത്ത് കുറേ മാറ്റങ്ങളുണ്ട്. പക്ഷേ അവിടെ വരുന്ന രോഗികൾക്ക് അവർക്ക് മതിയായ മരുന്നും ചികിത്സയും കിട്ടുന്ന അവസരങ്ങളില്ല. അവിടെ നമ്മുടെ സ്വപ്നം C. അച്യുതാനന്ദൻ കേരളത്തിലെ മുഖ്യമന്ത്രി
കെ കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന കാലത്താണ് അമ്മാടത്തെ ഈ ആരോഗ്യ കേന്ദ്രം തുടങ്ങിയത്. അന്ന് അതിനൊരു മഹത്തായ ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്ന നമ്മുടെ ലക്ഷ്യം അവിടെ രോഗികളെ കിടത്തി ചികിത്സിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനം. ഇപ്പോൾ നമുക്കറിയാം തൃശ്ശൂർ ടൗണിനോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു പ്രാന്തപ്രദേശമാണ് പാർലം. ശരിക്കും ടൗണിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒന്നാണ് പാർലം. പക്ഷേ പാർലത്ത് നമ്മുടെ തൃശ്ശൂർ ടൗണിലുള്ള സൗകര്യം പോലെ ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യം പാർലം പഞ്ചായത്തിനുണ്ട്. അത് ആരോഗ്യരംഗത്ത് നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ ചില ഡെവലപ്മെൻറ്റ്സ് ഒന്നും നടന്നില്ല ഞാൻ പറയുന്നത്, അത് കാലഘട്ടത്തിനനുസരിച്ച് ചില ഡെവലപ്മെൻറ്റ്സ് ആണ്. പക്ഷേ അവിടെ കിടത്തി രോഗികളെ ചികിത്സിക്കാൻ ആവശ്യമായ സാഹചര്യം എനിക്ക് പറയാനുള്ള 10 വർഷമായി ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് കണ്ടിന്യൂ കിട്ടിയിട്ടും അത് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വേദനാജനകമായ സാഹചര്യമാണ്. പിന്നെ ഇവിടെ മറ്റു ലൈറ്റിനെ കുറിച്ച് പറഞ്ഞു, അതൊക്കെ നല്ല കാര്യമാണ്. സ്വാഭാവികമായി ഒരു നാട് വികസിക്കുന്നതിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു കാര്യമായി ഞാൻ കാണും. പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മുടെ ഗ്രാമീണ മേഖലകളിലുള്ള റോഡുകൾ, ആ റോഡുകളുടെ സ്ഥിതി ഇന്നും ദയനീയമല്ലേ. ഇപ്പോൾ ഇനി PWD റോഡായാലും ഇപ്പോൾ നിങ്ങൾ ഒന്ന് സഞ്ചരിക്കാൻ പോയാൽ വെങ്ങലിശ്ശേരി മുതൽ കോടന്നൂർ എത്തുന്നവരെയുള്ള ആ പ്രദേശത്തു കൂടി സഞ്ചരിക്കണമെങ്കിൽ ഇന്ന് വിഷമിക്കുന്ന അവസ്ഥ, എത്ര ആളെ വീഴണമെന്നുള്ളത്. അപ്പോൾ റോഡുകൾ, അതേപോലെ ഗ്രാമീണ റോഡുകളൊക്കെ ഇന്നും നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ ഫണ്ടിന് കുറവായിരിക്കും. പക്ഷേ എങ്കിൽ പോലും നമ്മൾ സ്വപ്നം കാണുന്ന ഒരു ടൗണിൻ്റെ ഒരു കോർപ്പറേഷൻ്റെ തൊട്ട് കിടക്കുന്ന ഒരു പഞ്ചായത്ത് എന്ന നിലയിൽ ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. സ്വാഭാവികമായിട്ട് ഞാൻ ആരുടെയും കുറവുണ്ടല്ല. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഗ്രാമീണ മേഖല സ്വപ്നം, പഞ്ചായത്ത് രാജ് കൊണ്ടുവന്ന രാജീവ് ഗാന്ധിയുടെ ഒരു സ്വപ്നമുണ്ട്, ഗ്രാമസ്വരാജ്. ആ ഗ്രാമസ്വരാജിന് കുറേ അധികാരങ്ങൾ കിട്ടി, എക്സിക്യൂട്ടീവ് പവർ പ്രസിഡന്റിനുണ്ട്. പക്ഷെ എന്നിട്ട് പോലും നാം വിചാരിക്കുന്ന നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹത്തിനൊത്ത് നമ്മുടെ ഗ്രഹങ്ങൾ ഇന്നും ഉയർന്നു വരുന്നില്ല. അതൊരു ഏറ്റവും വലിയ വേദന ഉണ്ടാക്കുന്നതാണ്. പിന്നെ ചെറുപ്പക്കാരുടെ കാര്യം, ഇന്ന് ചെറുപ്പക്കാർക്ക് ഞങ്ങളുടെ പഞ്ചായത്തിൽ ചെറുപ്പക്കാർക്ക് തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരവസരം ഇല്ല. അതിനാവശ്യമായ സംവിധാനങ്ങളില്ല. അങ്ങനെ ആകുമ്പോൾ എന്താ പ്രശ്നം? ചെറുപ്പക്കാർ വിദേശ രാജ്യങ്ങളിൽ പോവുക. ഇവിടെ നല്ല ഉയർന്ന വിദ്യാഭ്യാസമുള്ള പ്രൊഫഷണൽ കോളേജുകളിൽ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾ ആരും നമ്മുടെ നാട്ടിലില്ല. ഒക്കെ വിദേശത്ത് പോയിട്ട് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അപ്പം നമ്മുടെ നാട്ടിലുള്ള നമ്മൾ പഠിപ്പിച്ച് നമ്മുടെ രാജ്യത്തിന് കിട്ടേണ്ട സമ്പത്ത് വേറെ രാജ്യത്തിന് ഉപയോഗിച്ചുകൊണ്ട് വേറെ രാജ്യത്ത് പോയി ജോലി ചെയ്ത് സമ്പാദിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇങ്ങോട്ടുള്ള പണം അയച്ച് ഇവിടെ വല്ല സൗകര്യം ചെയ്യുന്നതല്ലാണ്ട് നമ്മുടെ നാട്ടിൽ അവരുടെ കഴിവുകൾ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ പാർലം പഞ്ചായത്തിൽ ഏറ്റവും ഞാൻ കാണുന്ന ഏറ്റവും വിഷമം പിടിച്ച ഒരു പ്രയാസം എന്നെ മനസ്സിൽ അലട്ടുന്നത് തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് കുറേ തൊഴിൽ കൊടുക്കുന്ന ഒരു സംവിധാനം നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ ആദ്യം കുറ്റമായിട്ടൊന്നല്ല പറഞ്ഞു, ഒരു മനസ്സുകൊണ്ട് നമ്മൾ കാണുന്ന ഒരു സ്വപ്നത്തിൽ ആ ചെറുപ്പക്കാർക്ക് കുറച്ച് ജോലി കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ പഞ്ചായത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കാർഷിക പ്രദേശമാണ്. കർഷകരാണ് ഏറ്റവും കൂടുതൽ. ആ കർഷകരുടെ നെല്ല് ഉൽപ്പാദിപ്പിച്ചാൽ, ആ നെല്ല് ഉൽപ്പാദിച്ച് വിറ്റാൽ അതിനൊരു കൊല്ലം കഴിഞ്ഞിട്ടാൽ ചിലപ്പോൾ പണം കിട്ടുന്നു. ആ സംവിധാനം മാറേണ്ടതുണ്ട്. പിന്നെ ഈ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന കർഷകനെ സംബന്ധിച്ചിടത്തോളം ആ കർഷകന് അത് നേരത്തിന് കൊടുക്കാൻ കഴിയുന്നില്ല. കമ്പനിക്കാർ വന്നെടുക്കുന്നില്ല. എന്താ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തടസ്സം നിൽക്കുമ്പോൾ അവൻ ഉൽപ്പാദിപ്പിച്ച ആ നെല്ല് വിൽക്കാൻ കഴിയുന്നില്ല. ഇനി യാദൃശ്യമായി വിറ്റ് കഴിഞ്ഞാൽ എന്താ പ്രശ്നം? പണം കിട്ടുന്നില്ല. ഇപ്പോൾ വളരെ അടുത്ത കാലത്താണ് ഗവൺമെൻറ് പണം കൊടുക്കാൻ സഹകരണ ബാങ്കുകളുമായി കൺസോർഷ്യം ഉണ്ടാക്കി കേരള ബാങ്ക് അതുമായി ഇടപെട്ട് പണം കിട്ടിത്തുടങ്ങിയത്. അതൊക്കെ നമ്മുടെ പ്രദേശത്തെ കർഷകരെ സംബന്ധിച്ചിടത്തോളം വേദനിപ്പിക്കുന്ന ഒന്നാണ്. അവൻ മണ്ണിൽ പണിയെടുത്ത് ഉണ്ടാക്കുന്ന ഉൽപ്പാദിപ്പിക്കുന്ന ആ നെല്ല് അതിന് വേണ്ടത്ര സംരക്ഷണം കിട്ടുന്നില്ല എന്ന് കണ്ട അവ ഈ രംഗത്ത് മാറുക. കുറേ സ്ഥലങ്ങൾ ഇപ്പോഴും പണിയാതെ കിടക്കുക, പാടങ്ങൾ വയലുകൾ പണിയാതെ കിടക്കുന്നുണ്ട്. ഞാൻ ആരുടെയും കുറ്റമായിട്ടൊന്നുമല്ല പറയാം. പക്ഷേ അവിടെയൊക്കെ നെല്ല് ഉൽപ്പാദിപ്പിക്കാനോ കാർഷിക രംഗം ഡെവലപ്പ് ചെയ്യാനോ ഒരു ശ്രമം നമുക്ക് പഞ്ചായത്ത് തലത്തിൽ നടത്തേണ്ടതായിട്ടുണ്ട്. കാരണം അപ്പോൾ കർഷകർക്ക് അവരെ നെല്ല് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് വിപണി കണ്ടെത്തുകയും അതിന് കൃത്യമായി പണം കിട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അതുണ്ടാകുന്നില്ല. അപ്പോൾ അത് നമുക്ക് ഏറ്റവും വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ സ്വയം തൊഴിൽ കണ്ടെത്തുക. ഞങ്ങളുടെ പ്രദേശങ്ങളിലൊക്കെ പാർലം പഞ്ചായത്ത് ഒരു കാലഘട്ടത്തിൽ കുടിൽ വ്യവസായങ്ങളുടെ ഒരു നിറഞ്ഞ സാന്നിധ്യമായിരുന്നു.
കുടിൽ വ്യവസായങ്ങളില്ലാത്ത വീടുകളില്ലായിരുന്നു. നിരവധി ആളുകൾ ജീവിച്ചിരുന്നത് കുടിൽ വ്യവസായങ്ങളിലൂടെ. ഫർണിച്ചർ രംഗം ഏറ്റവും നന്നായി നടന്നിരുന്ന പ്രദേശമായിരുന്നു പാർലം പഞ്ചായത്ത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പാർലത്തിൽ നിന്നാണ് ഏറ്റവും അധികം ഫർണിച്ചർ പല പ്രദേശങ്ങളിൽ, ചെവൂര് പോലെ ചെവൂർക്ക് പോലും ഈ ഫർണിച്ചർ ഉണ്ടാക്കിയിരുന്ന ആളുകൾ നമ്മുടെ പ്രദേശത്താണ്. ഇതൊക്കെ ഒന്ന് ഡള്ളായിരിക്കുക. ആ തൊഴിലാളികൾ ഇന്ന് ഭയങ്കര വേദനയാണ്. ഇത് ഉൽപ്പാദിപ്പിച്ചാൽ, പ്രൊഡക്റ്റ് ചെയ്താൽ വിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. അവർ വളരെ വേദനാജനകമായ തീർച്ചയായും. എനിക്ക് തോന്നുന്നു പഞ്ചായത്തിന്റെ സമസ്ത മേഖലയിലൂടെ UDFന്റെ പ്രതിനിധി പോയപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ വീക്ഷണം എത്രത്തോളം ഉണ്ടായിരുന്നു? ഈ ഒരു കഴിഞ്ഞ 5 വർഷത്തെ ഭരണ നേട്ടങ്ങൾ പറഞ്ഞപ്പോഴും ഭരണക്കോട്ടങ്ങളെക്കുറിച്ച് പ്രതികരിച്ചപ്പോഴും ഭാരതീയ ജനതാ പാർട്ടിയുടെ കാഴ്ചപ്പാട് എന്താണ്? നേരത്തെ മാഷ് സൂചിപ്പിച്ചത് തെരുവിളക്കിനെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചത്. സമ്പൂർണ്ണ തെരുവിളക്ക് എന്ന് പറഞ്ഞിട്ട് ഉദ്ഘാടനം നടന്നെങ്കിലും ഞങ്ങളുടെ ഒരു 6-ാം വാർഡ്, ഞാൻ താമസിക്കുന്ന 6-ാം വാർഡ്, അവിടെ ചില വീടുകൾ, ചില ഏരിയകളിൽ എത്തിയിട്ടില്ല തെരുവിളക്ക്. സമ്പൂർണ്ണമായി ഉദ്ഘാടനം കഴിക്കുമ്പോൾ പരിപൂർണമായി അവിടെ ആ പറഞ്ഞ സംഭവം നമുക്ക് ഉണ്ടാകണം. അങ്ങനെ ഒരു വീഴ്ച അവിടെ പറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ അതിനെ നിർമ്മിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വീഴ്ചകളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് മുഴുവൻ അവർക്ക് പറയുന്ന രീതിയിൽ നടപ്പാക്കി എന്നുള്ളത് എനിക്കിവിടെ അംഗീകരിക്കാൻ കഴിയില്ല. അതുപോലെ റോഡുകൾ, നേരത്തെ ജേക്കബേട്ടൻ സൂചിപ്പിച്ച പോലെ റോഡുകളുടെ ഇപ്പോൾ മഹാത്മാ റോഡ് SN റോഡ് എന്ന് പറഞ്ഞ റോഡ്, ആ വഴി കൂടെ യാത്ര യോഗ്യമല്ല. നമുക്ക് പോകുമ്പോൾ അറിയാം. നേരത്തെ സൂചിപ്പിച്ച കോട്ടന്നൂർ വെങ്ങനശ്ശേരി റോഡ് എന്ന് പറയുന്നത് ആ വഴി കൂടെ യാത്ര ചെയ്യാൻ പറ്റില്ല. ഞങ്ങളൊക്കെ പോകുമ്പോൾ അമ്മാട വഴി മാത്രമാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് കോടന്നൂർക്ക് എത്താൻ പറ്റുന്നത്. ആ വഴി കൂടെ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ വരില്ല. അതൊക്കെ വലിയ ദുരിതമുള്ള സംഭവങ്ങളാണ്. കർഷകരുടെ കാര്യം പറയുമ്പോൾ കർഷകർക്ക് ഇപ്പോൾ ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്ന കർഷകർ പലരും ഇപ്പോൾ പണിയുന്നില്ല. അവർക്ക് പൈസ കിട്ടുന്നില്ല, ഫണ്ട് കൃത്യമായി കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ട്. നാട്ടിൽ ലഹരിയുടെ ഉപയോഗം യുവാക്കളുടെ ഇടയിൽ വളരെയധികം കൂടുന്നുണ്ട്. അതും ഗ്രാമപഞ്ചായത്തിനൊക്കെ വിചാരിച്ച ഒരു പരിധി വരെ തടയിടാൻ കഴിയും. പോലീസ്, ഡാൻസർ പോലുള്ള ആളുകളെ ഇന്റലിജൻസ് വിഭാഗത്തെ ഉപയോഗിച്ച് ഒരു പരിധി വരെ തടയിടാൻ കഴിയുന്നതാണ്. പക്ഷെ അതിൽ പല മേഖലകളിലും ലഹരി ഉപയോഗം അമിതമാണ്. രാത്രി കാലഘട്ടങ്ങളിൽ രാത്രി ഒരു 11 മണി കഴിഞ്ഞാൽ ലഹരി ഉപയോഗിക്കുന്ന യുവാക്കളുടെ ഒരു വിഹാര കേന്ദ്രമായിട്ട് പാർലത്തിൻ്റെ വിവിധ മേഖലകളിൽ ഉണ്ടാകും. ഇതൊക്കെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഇടപെടലുകളിൽ പരിധിവരെ അത് നിർത്താൻ കഴിയും. ഇത്തരത്തിലുള്ള വീഴ്ചകളെ കുറിച്ച് പറയുമ്പോൾ നിരവധിയാണ്. വികസനങ്ങൾ എന്ന് പറയുന്നത് സർക്കാർ കുറച്ച് ബസ് സ്റ്റോപ്പുകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നൊഴിച്ചിട്ട് കൂടുതലായിട്ട് കുറച്ച് ബസ് സ്റ്റോപ്പുകളാണ് കാണാൻ കഴിയുന്നത്. ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ സർക്കാരിൽ നിന്ന് കിട്ടുന്ന വികസനങ്ങൾ സ്വാഭാവികമായിട്ടും തദ്ദേശ പഞ്ചായത്തുകൾ ഇവിടെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആവാസ് യോജന പോലുള്ള കാര്യങ്ങൾ ഇവിടെ വന്നു. അതിൽ എത്രത്തോളം ഇവിടെ വീട് കൃഷി കൊടുത്തിട്ടുണ്ട്? ആകെ 19 വീട് മാത്രമാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ പഞ്ചായത്തിൽ കിട്ടിയതായിട്ട് നമുക്ക് അറിവുള്ളത്. മറ്റുള്ള വീടുകൾ നിരവധി കൊടുക്കാൻ പറ്റണ്ടേ നാടിൻ്റെ ആളുകൾക്ക്? അതിലൊക്കെ കുറവുകളുണ്ട്. നിരവധി കുറവുകൾ ഇവിടെ ഉണ്ട് പറയാണെങ്കിൽ. പക്ഷേ BJPക്ക് അധികാരത്തിൽ വരുമ്പോൾ BJP വേറെ രീതിയിൽ കുറേ പ്ലാനുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വരാം. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ മറ്റുള്ള 2 പ്രതിനിധികളും സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാഷ്, സ്വാഭാവികമാണ് അവാർഡുകളും പുരസ്കാരങ്ങളും എല്ലാം ഒരു പഞ്ചായത്തിനെ തേടി വരുന്നത് അതിന്റെ വികസന പ്രവർത്തനങ്ങളുടെ കാഴ്ചപ്പാടുകൾ കണ്ട് വിലയിരുത്തിയതുകൊണ്ട് തന്നെയാണ് കിട്ടുന്നത്. അതിപ്പോൾ ആർദ്രം പദ്ധതിയാണെങ്കിലും സമ്പൂർണ്ണ തെരുവുകൾക്ക് പദ്ധതിയാണെങ്കിലും എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ, അതിനൊന്നും ആർക്കും ഒരു സംശയമില്ല. പക്ഷേ ഇവിടെ 2 ആരോപണങ്ങൾ വന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പാർലം ഗ്രാമപഞ്ചായത്ത് പ്രധാനത്തുള്ളത് കോൾ പടവുകളാണ്. ഏറ്റവും കൂടുതൽ കർഷകരാണുള്ളത്. അതിപ്പോൾ ചേനം പോലെയുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ നമുക്കറിയാൻ പറ്റും. നിരവധി കർഷകർ കൃഷിയോട് അത്രയേറെ താല്പര്യത്തോടുകൂടി നിൽക്കുന്ന ആളുകളാണ്. പക്ഷെ ഓരോ മഴക്കാലങ്ങളിലും നമുക്കിവിടെ സംഭവിക്കുന്ന ദുരിതങ്ങൾ അറിയാൻ പറ്റും. വെള്ളം കയറി മറ്റുള്ള കൃഷികൾ നശിക്കുന്നതും. നിലവിലുള്ള കാർഷിക സംസ്കൃതി ഒരുപക്ഷെ പിറകിലേക്ക് അടിക്കുന്ന രീതിയിലേക്ക് തന്നെ ഇത്തരം ഈ കർഷകരുടെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടൊക്കെ വരാറുണ്ട്. പലർക്കും പൈസ കൃത്യസമയത്ത് കിട്ടാറില്ല. പാർല ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷം എടുത്തു നോക്കിയാൽ കാർഷിക മേഖലയ്ക്ക് എന്ത് മുതൽക്കൂട്ട് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്? പാർല ഗ്രാമപഞ്ചായത്ത് നേരത്തെ ജേക്കബേട്ടനൊക്കെ സൂചിപ്പിച്ച പോലെ പഞ്ചായത്തിൻ്റെ ചുറ്റും കോൾപ്പാടങ്ങളാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ആ കോൾപ്പാടങ്ങൾ ധാരാളം നെല്ലുൽപ്പാദിപ്പിക്കുന്ന ഒരു പഞ്ചായത്താണ്. ഈ നെല്ല് സംഭരിക്കാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിനാണ്. ആ നെല്ല് സംഭരിച്ച് അരിയാക്കി അതിൻ്റെ പൈസ ഇപ്പോൾ നമുക്ക് 1200 കോടി രൂപ നമ്മുടെ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് തരാനുണ്ട്.
1200 കോടി രൂപ. ഈ നെല്ല് സംഭരിച്ച് തൊട്ടടുത്ത ദിവസം തന്നെ അതിൻ്റെ പൈസ കൊടുക്കണം എന്നാണ് സംസ്ഥാന സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള അറേഞ്ച്മെൻറ്റാണ് ഇപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ കേരള ബാങ്കുമായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നെല്ലിൻ്റെ പൈസ പെട്ടെന്ന് തന്നെ കൊടുത്തു തീർക്കാനായിട്ടുള്ള പരിശ്രമം നടക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് 1 കിലോ നെല്ലിന് നമ്മുടെ കേന്ദ്രത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ളതിനേക്കാൾ 8 രൂപ കൂടുതൽ നിരക്കിലാണ് നെല്ല് സംഭരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു, റബ്ബറിന് 200 രൂപ താങ്ങുവിലയായി. പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ. അല്ല, പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ, നെല്ലിന്റെ ഫലത്തിൽ വന്നിട്ടില്ല. അല്ല, അത് നെല്ലിന്റെ സംഭരണ വില പറഞ്ഞു, റബ്ബറിന് വില താങ്ങുവില 200 രൂപ പറഞ്ഞു. ഒരുപാട് കർഷകർ ഇതെല്ലാം ഇതിലുള്ള ആകെ കൂടി നടന്നത്, അന്ന് പ്രഖ്യാപിച്ചത് നടന്നത് പെൻഷൻ കാശ് കൃത്യമായിട്ട് കൊടുക്കാൻ തയ്യാറായി. അതിനപ്പുറം റബ്ബർ ബോർഡിന് കൃത്യമായി ഇന്ന് വരെയും അതിന്റെ സബ്സിഡി പോലും പല കർഷകർക്കും കിട്ടിയിട്ടില്ല. 1 മാസേ പ്രഖ്യാപനം വന്നിട്ടായിട്ടുള്ളൂ. അല്ല, 1 മാസമായിട്ടുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രസ്താവന വന്ന് അത് കൃത്യമായിട്ട് കർഷകർക്ക് താങ്ങും തണലുമാകണം. ഞാൻ ഈ പറയുന്ന കോൾപ്പടവയിൽ എത്രയോ കർഷകർ മണ്ണിനോട് മല്ലടിക്കുന്നുണ്ട്. ഏറ്റവും അധികം പണിയെടുക്കുന്ന ആൾക്കാരാണ് കർഷകർ. തീർച്ചയായിട്ടും മണ്ണിനെ പൊന്നാക്കുന്നവരവർ. അപ്പോൾ ആ മണ്ണിനെ പൊന്നാക്കുന്നവരെ ഒരു കാരണവശാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ദുരിതത്തിലാക്കില്ല. ഈ പറയുന്ന സംഭരിച്ച സമയത്ത് തന്നെ പൈസ കൊടുക്കാനുള്ള എല്ലാ പരിശ്രമവും ഇപ്പോൾ തീരുമാനം കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഞാൻ നേരത്തെ കേരള ബാങ്കിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ ഏറ്റവും വലിയ നെൽകർഷകരാണ് നമ്മുടെ അവിടെ ഉള്ളത്. അപ്പോൾ അവരെ സംരക്ഷിക്കാനായിട്ടുള്ള എല്ലാ പദ്ധതിയും ഈ പറയുന്ന രീതിയിലുള്ള പ്രഖ്യാപനമല്ല, അത് പ്രാവർത്തികമാക്കുന്നുണ്ട്. ഇല്ല, മാഷ് സൂചിപ്പിച്ച കാര്യം റബ്ബറിന്റെ സബ്സിഡി വില പറഞ്ഞു. ഇന്നും 181 രൂപയിൽ നിന്ന് 1 രൂപ പോലും കൂടിയിട്ടില്ല. ശരി, അവിടെ സംഭവിക്കുന്നത് 200 രൂപയുടെ സബ്സിഡി ആണെങ്കിൽ ബാക്കിയുള്ള തുക ആ കർഷകന്റെ അക്കൗണ്ടിലേക്ക് വരണമെന്നാണ് യഥാർത്ഥത്തിൽ അതിന്റെ വെപ്പ്. പക്ഷേ ഇന്ന് വരെയും 1 രൂപ പോലും അയാൾക്ക് സബ്സിഡി പോലും കിട്ടിയില്ല. ഇത് തന്നെയാണ് നെൽകർഷകർക്ക് സംഭവിച്ചത്. ഇതിന്റെ ഒരു പ്രത്യാഘാതം എന്ന് പറയുന്നത് പല കർഷകരും UDF പ്രതിനിധി ജഗപേട്ടൻ സൂചിപ്പിച്ച പോലെ കർഷകർ കൃഷിയിൽ നിന്ന് പിന്നിലേക്ക് അടിക്കും. അത്തരത്തിൽ പഞ്ചായത്ത് ഒന്ന് പരിശോധിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് എത്ര പാടങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്? പഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് തരിശായിട്ട് കിടന്നിരുന്ന ചെവൂത്താഴം ഒരു പാടശേഖരമുണ്ട്. അത് 25 ഏക്കറയാണ്. അതൊരു കഴിഞ്ഞ 6-7 വർഷമായിട്ടാണ് അത് പണിയാനായിട്ട് തുടങ്ങിയത്. അത് ഒരു നേട്ടമാണ്. തരിശായിട്ട് കിടന്നിരുന്നതായിരുന്നു. ഈ ചേർപ്പ് ജൂബിലി പടവിന്റെ ഭാഗമായി സൂചിപ്പിച്ചത് ഏത് കോൾപ്പടവാണ് തരിശായി കിടക്കുന്നത്? 6-ാം വാർഡിന്റെ സൈഡിൽ ഒരു അറ്റത്ത്. അത് ശരിയാണോ? യഥാർത്ഥത്തിൽ ആരോപണം ശരിയാണോ? അത് 25 ഏക്കറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ രീതിയിൽ എങ്ങനെ നെൽകൃഷി മെച്ചപ്പെടുത്താം. അപ്പം നെല്ലിന് നേരത്തെ പറഞ്ഞ താങ്ങുവിലയുടെ കാര്യം പറഞ്ഞല്ലോ. അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ നമ്മുടെ പഞ്ചായത്ത് ഓരോ വർഷവും കഴിഞ്ഞ വർഷങ്ങളിൽ ത്രിതല പഞ്ചായത്ത് 24 ലക്ഷം രൂപയാണ് നെല്ലിൻ്റെ ഈ നെൽകർഷകർക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. അത് വിവിധ ഇനങ്ങളിലാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉഴവുകൂലിയായിട്ട് കൊടുത്തിരുന്നു. ഇപ്പോൾ കൊടുക്കുന്നത് ഉഴവുകൂലിയും അതുപോലെ തന്നെ കുമ്മായത്തിന് സബ്സിഡി. അതെല്ലാ പാടശേഖരങ്ങളുടെയും അഭ്യർത്ഥന മാനിച്ചാണ് ഈ രൂപത്തിൽ ചെയ്യുന്നത്. അപ്പോൾ നെൽകർഷകരെ എന്നും താങ്ങി കൊണ്ട് നമ്മളെ ഒപ്പം ചേർത്ത് നിർത്തുന്ന ഒരു സംസ്കൃതിയാണ് പാർലം ഗ്രാമപഞ്ചായത്തിനുള്ളത് എന്നാണ് സൂചിപ്പിക്കുകയാണ്. റോഡുകളെ കുറിച്ച് പറഞ്ഞു. റോഡുകളുടെ കാര്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഇപ്പം നിസ്സാരം ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ 4 പഞ്ചായത്തുണ്ട്. നിങ്ങൾ ഈ 4 പഞ്ചായത്തിൽ കൂടെ ഒന്ന് ഗതാഗതം നോക്കുക. ഏറ്റവും 1-ാം സ്ഥാനം കൊടുക്കാൻ റോഡ് മോശമാവാത്ത റോഡിലുള്ളത് പാർലം. പറഞ്ഞോളൂ. ഞാനതിൽ ഒരു കാര്യം പറഞ്ഞു നിർത്താം. 2 പേരും പറഞ്ഞത് വെങ്ങിണിശ്ശേരി മുതൽ നമ്മുടെ കോടന്നൂർ വരെയുള്ള റോഡാണ്. വെങ്ങിണിശ്ശേരി മുതൽ കോടന്നൂർ വരെയുള്ള റോഡ് അമീത് ഖാൻ എന്ന് പറയുന്ന കോൺട്രാക്ടർ എടുത്ത് അതിൻ്റെ പണി ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ അത് വർക്ക് സ്റ്റാർട്ട് ചെയ്യും. 3.5 കോടി രൂപയുടെ വർക്കാണ്. 5 വർഷം മുന്നേ അല്ല, 5 വർഷമൊന്നും ആയിട്ടില്ല. 5 വർഷം മുന്നാണ് ഇത് ഇല്ല, ഇത് പാസ്സാക്കിയിട്ട് ആകെ 1 വർഷമായിട്ടുള്ളൂ. ഈ പറയുന്ന റോഡ് പണിക്ക് 1 വർഷമായിട്ടുള്ളൂ. കഴിഞ്ഞ ബഡ്ജറ്റിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഭരണസമിതി കയറിയപ്പോൾ അതിനെ ഒരു ശ്രദ്ധ പതിപ്പിക്കാഞ്ഞത്? കഴിഞ്ഞ ഇതിലും ആ റോഡും ഒക്കെ ഇതുപോലെ നാശോന്മുഖമായി കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ആ റോഡിന്റെ അന്നത്തെ പ്രതിനിധി ഇത് തന്നെയാണ് പറഞ്ഞത്, ആ റോഡുകളെല്ലാം സമ്പൂർണ്ണമായി നല്ല രീതിയിലേക്ക് എത്തിക്കുമെന്ന്. അതിന്റെ കാരണം അവസാനം ജലജീവൻ മിഷന്റെ പൈപ്പുകൾ നമ്മുടെ വെങ്ങിണിശ്ശേരി പള്ളിയുടെ അവിടം വരെ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന്
കോടന്നൂറിൻ്റെ ഒരു ബാറുണ്ടല്ലോ, അവിടം വരെ പൈപ്പിടുന്ന പ്രക്രിയ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ആ പൈപ്പ് ഇട്ടിട്ടേ ഈ റോഡ് BMBCയിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ. വേറെ ഒരു തടസ്സവുമില്ല. അതിൻ്റെ പൈപ്പിടൽ വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. പൈപ്പിടൽ കഴിഞ്ഞാൽ ഈ പറയുന്ന റോഡിൻ്റെ വർക്ക് നടക്കും. ക്ഷീര കർഷകരെ കുറിച്ച് പറഞ്ഞു, 75 പശുവിന് കൊടുത്തു എന്ന് പറഞ്ഞു. എത്ര ഫാം ഇവിടെ നിർത്തിപ്പോയിട്ടുണ്ടെന്ന് അറിയാം. അവർക്ക് സബ്സിഡി, അവർക്ക് തീറ്റയ്ക്ക് കാര്യങ്ങൾക്ക് ഇതര പഞ്ചായത്തുകൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെയില്ല. എത്ര ഫാം നിർത്തിപ്പോയി. ക്ഷീരമേഖല അഭിമുഖീകരിക്കുന്ന വലിയ പ്രതിസന്ധിയാണ്. പാൽവില ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടുന്നതല്ലാണ്ട് അതിന്റെ ഗുണം യഥാർത്ഥത്തിൽ കർഷകർക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു വസ്തുതയാണ്. പെൻഷൻ കൊടുക്കണം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഒരു 60 വയസ്സ് കഴിഞ്ഞ ആൾക്ക് 500 രൂപയാണ് കൊടുത്തിരുന്നതെങ്കിൽ അവർക്ക് വേറെ രീതിയിലുള്ള, ഇപ്പോൾ വിധവകളാണെങ്കിൽ ആ വിധവ പെൻഷൻ കിട്ടിയിരുന്നു. ഇനി ഏതെങ്കിലും തൊഴിലേർപ്പെട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ആ തൊഴിലിൻ്റെ കിട്ടിയിരുന്നു. അവർക്ക് അന്ന് തന്നെ 2000 രൂപ ഉണ്ടായിരുന്നു. നേരത്തെ അത് 3 or 4 പെൻഷൻ അന്ന് കൊടുത്തിരുന്നു. അതായത് അവശത അനുഭവിക്കുന്ന ആളുകൾക്ക് അന്ന് ഈ 2000 രൂപ വരെ കിട്ടിയ വീടുകളുണ്ട് ഇഷ്ടംപോലെ. അപ്പോൾ അവർക്കന്ന് ആ 2000 രൂപ അന്ന് സമ്പന്നതയാണ്. പക്ഷെ 10 വർഷം കഴിഞ്ഞിട്ട് ഈ 2000 തന്നെയാണ് കൊടുക്കുള്ളൂ. അത് ഭയാനകമായ അപകടമാണ്. ജേക്കബേട്ടൻ പറഞ്ഞതിൽ വലിയൊരു വിരോധാഭാസം ഉണ്ട്. നമ്മുടെ നിയമസഭാ രേഖകളെടുത്ത് പരിശോധിക്കുക. ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ ഞാൻ പറഞ്ഞല്ലോ കേരളത്തിൽ മാത്രമാണ് കൊടുക്കുന്നത്. എന്തേ കോൺഗ്രസ് ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങളിൽ 100 രൂപ പോലും പെൻഷൻ കൊടുക്കാത്ത? 17 സംസ്ഥാനങ്ങളിൽ BJP ഭരിക്കുന്നുണ്ട്, എന്തേ കൊടുക്കാത്ത? ഈ പെൻഷന്റെ കാര്യം പറഞ്ഞത് അല്ല, ഞാൻ പറയാം തുടങ്ങി വെച്ചാൽ 1980 EK നായനാർ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ് 45 രൂപ സാമൂഹ്യക്ഷേമ പെൻഷൻ ആരംഭിച്ചത്. അന്ന് 45 രൂപ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് K. കരുണാകരനാണ്. അവർ പറഞ്ഞത് ഇത് പ്രത്യുൽപാദനപരമല്ല, ഇത് ആളുകൾ ചിലപ്പോൾ കള്ളുകുടിക്കും, ബീഡി വലിക്കും, ഈ കാശ് കൊണ്ട് ഒരു ഉപകാരമില്ല, കൊടുക്കാൻ നല്ലതല്ല എന്ന് പറഞ്ഞ ടീമാണ് കോൺഗ്രസും BJPയും. ഇതിന് ശേഷം നേരത്തെ എൻ്റെ സുഹൃത്ത് ജേക്കബേട്ടൻ പറഞ്ഞ 500 രൂപ 600 ആക്കി എന്ന് പറഞ്ഞു. ഇതാക്കിയത് 2016 ഫെബ്രുവരി മാസത്തിലാണ്. എലക്ഷന് മുന്നത്തെ മാസമാണ്, ഏപ്രിലാണ് എലക്ഷൻ നടന്നത്. 2016 ഫെബ്രുവരി മാസം 500 600 ആക്കിയതല്ലാതെ കേരളത്തിലെ ഒരാൾക്കും ഈ 500 600 ആയിട്ട് കൊടുത്തില്ല. കാരണം 18 മാസം കുടിശ്ശികയായിരുന്നു പെൻഷൻ. 18 മാസം പെൻഷൻ കുടിശ്ശികയായിരുന്നു. ഞാൻ പറഞ്ഞുതരാം. 2016 മെയ് മാസത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ കയറി ആദ്യത്തെ മന്ത്രിസഭാ യോഗ തീരുമാനം 16 മാസത്തെ കുടിശ്ശിക 18 മാസത്തെ കുടിശ്ശിക കൊടുക്കലാണ്. തെറ്റായ ഞാനത് മാഷാൻ പറയുന്നില്ലെന്ന് ഒരു രാഷ്ട്രീയമായ തീർച്ചയായിട്ടും. പക്ഷെ സത്യത്തിൽ അന്നത്തെ എല്ലാ കണക്കുകളിലും കറക്റ്റായിട്ടുള്ളത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പത്തെ മാസം 2 മാസത്തെയാണ് കറക്റ്റായിട്ട് കൊടുക്കാനുണ്ടായിരുന്നത്. പക്ഷേ ചില അതിലെ ക്ഷേമനിധികളുണ്ട്. ചില ക്ഷേമനിധിയിൽ ഇപ്പോഴും 60 മാസമായിട്ടും കൊടുക്കാത്ത, 5 വർഷമായിട്ടും വിധവകൾ, ഭർത്താക്കന്മാർ മരിച്ച വിധവകൾക്ക്, പട്ടികജാതിക്കാർക്ക് അവർക്ക് സഹായമുണ്ട്. ഇപ്പോൾ 20,000 രൂപ 10,000 ഉണ്ടായിരുന്നുള്ളൂ, 20,000 രൂപ ഗവൺമെൻറ് ആക്കി. ഇന്നും കിട്ടാത്ത ആൾ 5 വർഷം മുൻപ് മരിച്ച, എനിക്ക് നേരിട്ടറിയാവുന്ന, എൻ്റെ കുടുംബവുമായി ബന്ധമുള്ള ഒരാൾക്ക് 5 വർഷമായിട്ട് ഭർത്താവ് മരിച്ചിട്ട് ആ സഹായം കിട്ടിയിട്ടില്ല. അത് ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുണ്ട്. പാർലമെന്റിലുണ്ട്. ആളെ കൊണ്ട് കാണിച്ചു തരാം. കാരണം എന്താ സംഭവം എന്നറിയോ, ഇതിനൊക്കെയുള്ള പ്രത്യേകത ചില ക്ഷേമ പെൻഷനുകൾ വൈകും, അതിൽ ഫണ്ട് അലോട്ട് ചെയ്ത് വരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പ്രായോഗികമായിട്ട് പറയാം. പക്ഷെ സാമൂഹ്യ പെൻഷൻ എന്ന് പറയുന്നത് അന്ന് തുടങ്ങുന്നതിന് എതിരല്ല, ഉൽപാദന മേഖലയും നമ്മൾ സംരക്ഷിക്കണം. അതുകൊണ്ടല്ല ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണല്ലോ ആദ്യമായി തൊഴിലില്ലായ്മ വേതനം കൊടുത്ത്. അന്ന് ആ തൊഴിലില്ലായ്മ വേതനം കൊടുത്തപ്പോൾ പല രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞത് ഇത് ഉൽപാദനപരമല്ല, ഇത് ചെറുപ്പക്കാർക്ക് ഇങ്ങനെ പണം കൊടുക്കരുത് എന്നാണ്. പക്ഷേ ഇന്നും അത് കൊടുത്തുകൊണ്ടിരിക്കുക. കാരണം എന്ന് വെച്ചാൽ ജോലിയില്ലാത്ത ചെറുപ്പക്കാർക്ക് ഒരു ആകർഷണം കിട്ടാൻ വേണ്ടി അന്ന് ഉമ്മൻചാണ്ടി തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു ചെയ്തൊരു കാര്യമാണ്. അത് ചെറുപ്പക്കാരുടെ ഇടയിൽ അന്ന് വലിയ അംഗീകാരം കിട്ടിയ കാര്യം. എന്താ കാര്യം എന്നറിയോ? അതിനെന്താ കാരണം എന്ന് വെച്ചാൽ അന്ന് 1 രൂപ പോലും വീട്ടിൽ നിന്ന് കിട്ടാനില്ലാത്ത സാഹചര്യത്തിൽ അവർക്ക് ഒരു 500 400 കിട്ടുന്നത്, 300 രൂപ കിട്ടുന്നത് അന്നൊരു വലിയ ഉപകാരമായിരുന്നു. അതാണ് കാലക്രമേണ അത് വർദ്ധിപ്പിക്കണം. ഇവിടെ ഇപ്പോൾ ഈ 500 രൂപ 600 രൂപയാക്കിയത് 10 വർഷം മുമ്പാണെങ്കിൽ അന്നത്തെ 600 രൂപയുടെ വില ഇന്ന് 2000 രൂപയ്ക്കുള്ളൂ. നോക്കിയോ? അതായത് ബാങ്കിലിട്ടാൽ, ഞാൻ ബാങ്ക് എക്കണോമിക്സ് പറയാം, 500 രൂപ ബാങ്കിൽ 5 കൊല്ലം ഇട്ടാൽ 1000 രൂപയും, 10 വർഷം ഇട്ടാൽ 2000 രൂപയും. ബാങ്ക് ഇൻട്രസ്റ്റ്
എന്ന് പറഞ്ഞാൽ 10 വർഷം മുമ്പ് 500 രൂപ കിട്ടുന്നവന് ഇപ്പൊ 2000 രൂപ കൊടുത്താലേ ഫലത്തിൽ ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞിരുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ വലിയൊരു ആരോപണമാണ് വന്നിരിക്കുന്നത്, അത് ഒരു സ്റ്റേറ്റിലും കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞുതരാം. ഒരു സ്റ്റേറ്റിലല്ല, ഇന്ത്യ മൊത്തം കൊടുക്കുന്നുണ്ട്. കിസാൻ സമ്മാൻ അല്ല, ഞാൻ ചോദിക്കട്ടെ, അതിന്റെ ഇടയ്ക്ക് ഈ ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അല്ലെങ്കിൽ പോലും അതിന് കൂട്ടി വായിക്കുകയാണ്. അത് പറഞ്ഞിട്ട് അവരറിയുന്നതല്ലേ, ഇത് ഒരു തവണയല്ലല്ലോ. ഭാരതീയ ജനതാ പാർട്ടി ഒരു തവണ അധികാരത്തിൽ വന്നാൽ പിന്നീട് അവിടെ പോകുന്നില്ല. ഈ പെൻഷൻ അല്ല, ഈ പ്രഖ്യാപനങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നത് അങ്ങയുടെ പോലുള്ള നേതൃത്വ നിര ചിന്തിച്ചിട്ടുണ്ടോ? അതായത് അങ്ങയുടെ നേതൃത്വത്തിലുള്ള ചില ഇതുമായി ബന്ധപ്പെട്ട് ഈ ചർച്ചയും പാർലമെന്റ് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ടല്ല എങ്കിൽ പോലും ഈ ഒരു ചർച്ചയിൽ വന്ന ഒരു വിഷയമായതുകൊണ്ട് ചോദിക്കുന്നു എന്ന് മാത്രം. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധികൾ അങ്ങ് പറഞ്ഞ പോലെ പ്രഖ്യാപനങ്ങൾ കൃത്യമായി നടത്താറുണ്ടോ? പ്രഖ്യാപനങ്ങൾ വെച്ചത് അത് കൃത്യമായി ആ ഒരു പദ്ധതി നടത്താൻ അങ്ങയുടെ നേതൃത്വത്തിന് എനിക്ക് സാധിച്ചിട്ടുണ്ടോ? നേതൃത്വം കൊടുക്കുന്നത് നരേന്ദ്രമോദിയാണ്. കേന്ദ്ര സർക്കാരിന്റെ വെച്ച് ഏത് പ്രഖ്യാപനമാണ് നടക്കാത്തത്? അങ്ങനെയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ പുലിക്കളി നടന്നതുമായി ബന്ധപ്പെട്ട് പുലിക്കളിക്ക് ഫണ്ട് കിട്ടിയില്ല എന്ന് പുലിക്കളിയുടെ സമിതികൾ ആരോപിക്കുന്നുണ്ട്. അങ്ങയുടെ പ്രതിനിധി എന്ന രീതിക്ക് എന്താണ് അഭിപ്രായം? അത് ഒരു വർഷം മുന്നായിട്ടുള്ളോ, 5 വർഷം മുന്നിൽ കൊടുക്കാത്ത കേരള സർക്കാരിന്റെ കൊടുക്കാത്ത വരെയുണ്ട്. ഇതൊരു അല്ല, പുലിക്കളി ഓരോ വർഷം കൃത്യമായിട്ട് നടത്തണ്ടേ? ഞാൻ ഈ ആരോപണം വന്നപ്പോൾ ആരോപിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കാര്യം പറയാം, ഞങ്ങളുടെ MP-യുടെ പിന്നെ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടാൻ ഒരു സമയക്രമമുണ്ട്. ഒരു വർഷം തികഞ്ഞിട്ടില്ല. നമ്മുടെ ഞാൻ പറയുന്നത് പ്രഖ്യാപനം വല്ലതും നടപ്പാക്കാത്തതുണ്ടോ എന്ന് ചോദിച്ചില്ല. ഞാൻ ചോദിച്ചു. എന്റെ സുഹൃത്ത് സുബീഷ് പറഞ്ഞത് എല്ലാ പ്രഖ്യാപനവും നടപ്പാക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വരുമ്പോൾ അവരുടെ ആദ്യത്തെ പ്രഖ്യാപനമാണ് എല്ലാ ബാങ്ക് അക്കൗണ്ടിലും 15 ലക്ഷം രൂപ നിക്ഷേപിക്കും. ആർക്കെങ്കിലും ആർക്കെങ്കിലും 1 രൂപ കിട്ടിയ അത് ഇവരുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ പിന്നീട് പ്രഖ്യാപിച്ചു. അല്ല, അത് തികച്ചും വാസ്തവികമായ വാർത്തയായിരുന്നു. അത് കെട്ടിച്ചമച്ച വാർത്തയായിരുന്നു. അല്ല, ഇത് കെട്ടിച്ചമച്ചൊന്നല്ല. 15 ലക്ഷം രൂപ ഓരോരുത്തരുടെ അക്കൗണ്ടിൽ. ഒരു കാര്യമാണ്, കോൺഗ്രസ് ഭരിക്കുന്ന അല്ലെങ്കിൽ BJP ഭരിക്കുന്ന BJPയുടെ കാര്യം പറഞ്ഞു. കോൺഗ്രസ് ഭരിക്കുന്നിടത്ത് കൊടുത്തിട്ടില്ല, അവർ കൊടുക്കുന്നില്ല സാമൂഹ്യ പെൻഷൻ. ഒരു കാര്യം മനസ്സിലായില്ലേ, കർണാടക ഗവൺമെൻറ് 10,000 രൂപ വെച്ചാണ് കൊടുക്കുന്നത്. ഇനി തെലങ്കാന ഗവൺമെൻറ് ചെയ്യുന്നത് പാവപ്പെട്ട താഴെക്കടയിലുള്ള ആൾക്ക് 10,000 രൂപയാണ്. അല്ല, അവിടുത്തെ ചെറുപ്പക്കാർക്ക് കുറച്ചുകൂടി ഈ തൊഴിൽപരമായ രംഗങ്ങളിൽ കുറച്ചുകൂടി സ്വാധീനമുണ്ട്. അത് നിസ്സംശയം പറയാം. കേരളത്തിൽ ഒരു വ്യവസായം തുടങ്ങുന്നതിന് യാതൊരു പ്രോത്സാഹനവും ഇവിടെയുള്ള പുതുതലമുറകൾ കിട്ടുന്നില്ല. അത് തന്നെ പാർലമെന്റ് പഞ്ചായത്തിൽ അങ്ങ് ആരോപിച്ചത് കേരളത്തിൽ നിങ്ങൾ ഇപ്പോഴത്തെ വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ ഇന്ത്യയിൽ എന്തുകൊണ്ട് ഫസ്റ്റ് മേടിച്ചു? ഞാൻ പറഞ്ഞില്ല, P. രാജീവ് ഇന്ത്യയിൽ 28 സംസ്ഥാനം ഉണ്ടല്ലോ. എന്തുകൊണ്ട് വ്യവസായ സൗഹൃദ സ്റ്റേറ്റിനുള്ള അവാർഡ് കേന്ദ്രം കേരളത്തിന് നൽകി? ഇത് കഴിഞ്ഞ 2 മാസം മുമ്പാ. ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ നെറ്റ് നോക്കിയാൽ മതി. വെറുതെ ആരോപണമല്ല. നേരത്തെ പറഞ്ഞിരിക്കുക ഈ 15 ലക്ഷം രൂപ കൊടുക്കാൻ തോന്നും. 15 ലക്ഷം രൂപ വരെ കിട്ടാം എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, അല്ലാതെ 5 ലക്ഷം. അതെ, കർഷകർക്ക് ഈ 2000 രൂപ ഗഡുക്കൾ കൃത്യമായിട്ട് തന്നെ അക്കൗണ്ടിൽ വരുന്നുണ്ട്. അതിന് ഒരു എതിർപ്പില്ല, അതിന് ഒരു ആക്ഷേപവും ഇല്ല. അതിലൊരു കാര്യം, അതിപ്പോ കുറച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നേരത്തെ ഇല്ലായിരുന്നു. ഇപ്പോ നേരത്തെ 3 സെന്റ് ഉള്ളവനും 5 സെന്റ് ഉള്ളവനും 10 സെന്റ് ഉള്ളവനും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഉള്ളവർക്കൊക്കെ കിട്ടിയത്. ഇപ്പൊ സംവിധാനം ഒന്ന് കുറയ്ക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാല് അവിടെ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മാഷ് വലിയൊരു കാര്യം പറഞ്ഞു, അതിൽ വിട്ടുപോയതാന്ന് തോന്നുന്നു. ഈ പെട്രോളിന്റെ വിലയുടെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിച്ചത്. പെട്രോളിന്റെ വില ഇപ്പോഴും ഞങ്ങൾക്ക് ഒരു സെക്കൻഡ്, 5 വർഷം വില കൂടില്ല എന്ന് പറഞ്ഞിട്ട് LDF സർക്കാർ വരുന്ന പ്രകടന പത്രിക ഇറക്കിയിരുന്നു. ഈ 5 വർഷം കൊണ്ട്, ഈ 10 വർഷം കൊണ്ട് എത്ര ഇരട്ടി അരിക്ക് വർദ്ധിച്ചു എന്നുള്ളതൊന്നും മനസ്സിലാക്കിക്കൂടെ? 5 വർഷം കൊണ്ട് വില കൂടില്ല എന്ന് പറഞ്ഞത് ഏതാണെന്നറിയാം? മാവേലി സ്റ്റോറിലെ ഉൽപ്പന്നങ്ങൾക്കാണ്. മാവേലി സ്റ്റോറുകളിൽ കൃത്യമായ സ്റ്റോക്ക് ഉണ്ട്. മാവേലി സ്റ്റോറിൽ കൃത്യമായ സ്റ്റോക്ക് ഉണ്ട്. പക്ഷേ ഉപയോഗം ആണ് ഏറ്റവും പ്രധാനം. തീർച്ചയായിട്ടും ഇതിൽ 550 രൂപയാണ് 1 ലിറ്റർ വെളിച്ചെണ്ണ. സംസ്ഥാനത്ത് എനിക്ക് തോന്നുന്നു പച്ചക്കറിയുടെ വില ഈ അടുത്ത ദിവസങ്ങളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ചർച്ചയ്ക്കിരിക്കുമ്പോൾ അടുത്ത ദിവസങ്ങളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ശരാശരി 70 രൂപയുടെ മുകളിലില്ലാത്ത ഒറ്റ പച്ചക്കറിയില്ല. എന്തുകൊണ്ട് കേരളത്തിൽ, ഞാൻ ചോദിക്കട്ടെ, പാർല ഗ്രാമപഞ്ചായത്ത് കാർഷിക മേഖലയുടെ സംസ്കൃതി എന്നെല്ലാം പറയുമ്പോൾ എത്ര കർഷകർക്ക്, പച്ചക്കറി കർഷകർക്ക് കൃത്യമായ സംരക്ഷണം കൊടുക്കുന്നുണ്ട്? എത്ര കൃഷിഭവനുകൾ കൃത്യമായിട്ട് അതിനെ വാച്ച് ചെയ്യുന്നുണ്ട്? എത്ര പറയുന്നു ഓണക്കാലത്ത് 1 മുറം പച്ചക്കറി എന്നുള്ള പദ്ധതിയെല്ലാം ആഹ്വാനം നടത്തുന്നുണ്ട്. എത്ര പേർ 1 മുറം പച്ചക്കറി നടത്തുന്നുണ്ട്? പഞ്ചായത്ത് ആ കാര്യത്തിൽ എന്തെങ്കിലും തരത്തിൽ 10 പേർ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഈ അന്യ സംസ്ഥാനത്ത് നിന്ന് ഇവിടേക്ക് പച്ചക്കറി ഒഴുകി വരില്ല. അങ്ങനെയാണ് ഈ പാർല പഞ്ചായത്തിൽ ഈ പച്ചക്കറി മേഖലയിൽ എന്ത് സ്വയം പര്യാപ്തത? നമ്മളൊരു ഉപഭോക്തൃ സംസ്ഥാനമാണ്.
കേരളം. ഈ പറയുന്ന നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളിൽ ഒരു വലിയൊരു ശതമാനം തമിഴ്നാട്ടിൽ നിന്ന് മറ്റൊക്കെ വരുന്നതാണ്. പക്ഷേ ഈയിടെയായിട്ട് നമ്മുടെ വലിയ രീതിയിൽ കൃഷിഭവനുകൾ വഴി, ഇപ്പോൾ നമ്മുടെ പഞ്ചായത്ത് കൃഷി സമൃദ്ധി പഞ്ചായത്താണ്. കൃഷിഭവൻ അത് 107 പഞ്ചായത്താണ് കൃഷി സമൃദ്ധി പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പം മറ്റു പഞ്ചായത്തുകളിലൊക്കെ കൊടുക്കുന്നതിനേക്കാൾ വിത്തും തയ്യും ഇതുപോലത്തെ സംഭവങ്ങൾ ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് ആണ് തിരഞ്ഞെടുത്തിട്ടുള്ളൂ. ഏറ്റവും അധികം നമ്മുടെ ചേർപ്പ് ബ്ലോക്കിൽ നമ്മുടെ പാർല ഗ്രാമപഞ്ചായത്തിലാണ് ഇതൊക്കെ നൽകുന്നത്. അത് ധാരാളം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് വിൽപ്പന നടത്താനായിട്ട് പഞ്ചായത്തിലെ കുടുംബശ്രീയുടെ ഒരു കിയോസ്ക് അവിടെ കോടന്നൂരിൽ സ്ഥാപിച്ചിട്ടുണ്ട്. നാട്ടിലുണ്ടാകുന്ന പച്ചക്കറികൾ മുഴുവൻ ആ കിയോസ്കിൽ വന്ന് സംഭരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ കാർഷിക സമൃദ്ധി ഈ പച്ചക്കറി രംഗത്ത് നടത്തും. ഇതിൽ വേണ്ടത് ഇപ്പോൾ ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ നമ്മൾ പുറമെ നിന്നുള്ള ഉപഭോക്തൃ സംസ്ഥാനമാണ് അവർക്ക് സംബന്ധിക്കുന്നത്. പക്ഷേ നമുക്കിതിൽ നിന്നും മാറണ്ടേ? അതിന് ഓരോ ഗ്രാമപഞ്ചായത്തുകളും ആ പഞ്ചായത്തുകൾക്ക് ആവശ്യമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കേണ്ടത്. ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം, ഒരു പഞ്ചായത്തിന് ആവശ്യമായ പച്ചക്കറി സാമഗ്രികൾ, പച്ചക്കറികൾ അവിടെ തന്നെ കിട്ടാനുള്ള സൗകര്യം ഉണ്ടാക്കണം. അതിന് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയും, ഇപ്പോൾ ചിലതൊക്കെ ചെയ്യുന്നില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ അതൊക്കെ തുടക്കം, അത് കഴിഞ്ഞ് അവസാനിക്കുക, കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഒരു സംഭരണശാല, വിപണനശാല തുടങ്ങിയാൽ, സംഭരിക്കാനുള്ള സംവിധാനം ഉണ്ടായാൽ അത് നന്നായി കൊണ്ടു നടക്കണ്ടേ? ഇതൊരു ദിവസം ഉദ്ഘാടനം കഴിയും. ഉദ്ഘാടനം കഴിഞ്ഞാൽ പിന്നെ അവിടെ ചെന്ന് ചോദിച്ചു. ഇപ്പോൾ ഞാൻ നാടൻ പച്ചക്കറികൾ അന്വേഷിച്ച് കിടക്കുന്നവരാണ്. ഞാൻ സാധാരണ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു. പക്ഷേ നമ്മുടെ നാടാട്ട് പോയിട്ടാണ് മേടിക്കുന്നത്. കാരണം ഇവിടെ അത്തരം സാഹചര്യങ്ങൾ പൂർണ്ണമായില്ല. സാഹചര്യങ്ങൾ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നുണ്ട്. അത് പരിഹരിക്കാൻ എനിക്ക് എൻ്റെ മനസ്സിലുള്ള, അല്ലെങ്കിൽ ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം, ഒരു പഞ്ചായത്തിന് ആവശ്യമായ പച്ചക്കറി അവിടെ ആ പഞ്ചായത്തിൽ തന്നെ ഉള്ള സ്ഥലം നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് അവിടെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു പ്രോത്സാഹനം പഞ്ചായത്തുകൾ അധികാരത്തിൽ വരുമ്പോൾ. നമ്മളുടെ പ്രകടന പത്രികയിൽ, ഈ പറഞ്ഞ പ്രകടന പത്രികയിൽ വെച്ചിട്ടുള്ളൊരു കാര്യമാണ്, അടുത്ത ഭരണസമിതി വരികയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ പ്രാഥമിക സഹകരണ സംഘങ്ങളുണ്ട്. അമ്മാടം സർവീസ് സഹകരണ ബാങ്കുണ്ട്, വെങ്ങിണിച്ചേരി ഉണ്ട്, ഇപ്പോൾ ജയിക്കപ്പേട്ട പ്രതിനിധാനം ചെയ്യുന്ന പാർലമുണ്ട്. ഈ സഹകരണ സംഘങ്ങളുടെ കൂടി സഹകരണത്തോടെ നമ്മുടെ പഞ്ചായത്ത് വാർഷിക വിഹിതം ഉൾപ്പെടുത്തി ഈ പച്ചക്കറി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതി കൊണ്ടുവരാൻ പോവാണ്. ഇതുപോലെ തന്നെ ഈ സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ നമ്മൾ ഈ നെല്ല് സംഭരിക്കുന്ന രീതിയിലുള്ള ഗോഡൗണുകളും അതിനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയാണ് അടുത്ത് വരുന്ന ഭരണസമിതി. ഈ കോവിഡ് കാലത്ത് എൻ്റെ ഈ കൊച്ചു സംഘം ഒരു 3 ഏക്കറിൽ നേന്ത്രപ്പഴം വെച്ചു. അന്ന് നേന്ത്രപ്പഴം കഴിക്കുള്ള കോവിഡ് കാലത്ത്. ആ നേന്ത്രക്കൊല വെച്ച് എല്ലാ പ്രതിസന്ധിക്കും കൈകാര്യം ചെയ്തു. 3 ഏക്കറിൽ ഈ വാഴക്കൃഷിയാണത്. നല്ല ഉൽപ്പാദനം കിട്ടി. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ വല്ല ഇത്ര ഞങ്ങൾ അപ്പോൾ അന്ന് പറഞ്ഞത്, ഇനി നാളെ ശ്രദ്ധിക്കേണ്ട, പ്രാഥമിക സംഘങ്ങൾക്ക് അങ്ങനെ നടത്താൻ സബ്സിഡി തരാൻ പ്രൊവിഷനില്ല, നിങ്ങൾ വ്യക്തികൾ അപേക്ഷിച്ചു. അപ്പോൾ എങ്ങനെ ഞാൻ ആ ഒരു വർഷം നിർത്തി. കാരണം എന്നറിയൂ, 2ാമത്തെ വർഷം വരുമ്പോൾ ഒരു ഗവൺമെൻറ് സഹായം ഇല്ലാതെ വരുമ്പോൾ അത് ചിലപ്പോൾ നഷ്ടം വരും. കാറ്റ് വന്ന് വീണ് പോയാൽ ലോസ് കാണിക്കാൻ പറ്റില്ല. അന്ന് ഞങ്ങൾ ലാഭത്തിലെത്തിക്കാൻ ചെയ്തത് നാട്ടിൽ വിറ്റ് കഴിഞ്ഞിട്ട് ബാക്കി മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഇതുപോലെ ഉണ്ടാവുന്ന ഉൽപ്പന്നങ്ങൾ വിപണന രംഗം ഇല്ലാത്തത് വലിയ ഇവിടെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഇപ്പോൾ നെൽ കർഷകർ കാര്യം ഇത് ഈ കേര കർഷകർക്ക് എന്ത് സംവിധാനം ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല. വെളിച്ചെണ്ണയുടെ വില എത്രയാണ്? 550 രൂപയാണ് 1 ലിറ്റർ. പെട്രോളിന് വെച്ച് താരതമ്യം ചെയ്തല്ലോ. 10 വർഷം മുൻപ് ഉൽപാദനം കുറഞ്ഞിട്ടാണ്. നോക്കിക്കഴിഞ്ഞാൽ തേങ്ങ വളരെ വളരെ കുറവാണ്. ഇത് ഉൽപാദനം അതിൽ ഇപ്പൊ ഗവൺമെന്റ് കൃഷി വകുപ്പ് പ്രോത്സാഹിപ്പിക്കണം. ഗവൺമെന്റ് ഇപ്പൊ ചെയ്യുന്ന കേരഫെഡ് ചെയർമാനായിരിക്കെ, സുരേഷ് ഗോപി ചെയർമാനായിരിക്കെ നമ്മുടെ അവനിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 2000 തെങ്ങുകൾ വച്ചു കൊടുത്തു. അത്തരത്തിൽ ഓരോ ഗ്രാമങ്ങളിലും ഗ്രാമപഞ്ചായത്ത് നേതൃത്വം കൊടുത്ത് ഈ തെങ്ങ് ഉൽപാദനം കൂട്ടിക്കഴിഞ്ഞാൽ ക്രമേണ നമുക്ക് ഇത്തരത്തിലുള്ള ഈ വില വർധനവ് ഒഴിവാക്കാൻ കഴിയും. തെങ്ങിനെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ കൃഷിഭവൻ ഒരു വർഷം 700 തെങ്ങും തൈ കൊടുക്കണം. തെങ്ങും തൈ ഞങ്ങളൊക്കെ ADCയിൽ പോണ ആൾക്കാരാണ്. തെങ്ങും തൈ ഒരു കർഷകനും കൊണ്ടുപോകുന്നില്ല. ആ ജീവനക്കാരാണ് അതിൻ്റെ പൈസ കൊടുക്കണം.
അവർക്ക് ഇത്ര തെങ്ങ് തൈ 700 എല്ലാ വർഷവും ഈ പറയുന്ന അത് വേണ്ട ഒരു അവബോധം ജനങ്ങൾക്ക് കർഷകർക്ക് കൊടുക്കാഞ്ഞിട്ടല്ലേ? അല്ല, അതിലെന്താ പ്രശ്നം എന്ന് പറയും, നമ്മളിപ്പോൾ പലപ്പോഴും ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. കൃഷിഭവൻ അത് കൊടുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്ന ഞാൻ വ്യക്തിപരമായിട്ട് പറയാം, മറ്റേ തെങ്ങ് എൻ്റെ കൊടുത്താൽ അത് വയ്ക്കുകയും വളർത്തുകയും ചെയ്യുന്നുണ്ടോ കൂടി നോക്കണം. ആ പരിശോധന ഇല്ല ഇവിടെ. ജയ്സ് മാഷ് പറയുന്നത് 100% ശരിയാണ്. വളരെ വില കുറച്ച് നിസ്സാര കാശിന് തെങ്ങും തൈ കൊടുക്കുന്നുണ്ട്. പക്ഷെ തെങ്ങ് തൈ കൊണ്ടേ അവിടെ വയ്ക്കുക, അവന് പോയാലും ഇപ്പോൾ എത്രയല്ലേ നഷ്ടമുള്ളൂ. പക്ഷേ ഇങ്ങനെ കൊടുക്കുന്ന തെങ്ങ് അതിന് കുറച്ച് വളം കൊടുക്കണം. ഒരു 10 തെങ്ങുണ്ടെങ്കിൽ അല്ലെങ്കിൽ 25 തെങ്ങുണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കുന്നുണ്ടോ എന്ന് നോക്കുകയും ആ സംരക്ഷിക്കുന്ന ആളുകൾക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുകയും ചെയ്താൽ സ്വാഭാവികമായിട്ട് തെങ്ങ് വലുതും. ഇപ്പം ഞാൻ ഈ കാലത്ത് എൻ്റെ വീട്ടിൽ എല്ലാ തെങ്ങും നശിച്ചു, അപ്പോൾ ഒരു 5 തെങ്ങ് വെച്ചു. അത് ഞാൻ ശുശ്രൂഷിക്കുന്നുണ്ട്, അപ്പോൾ അത് നിലനിൽക്കും. അങ്ങനെ കൂടി ശ്രദ്ധിക്കാൻ കൃഷിഭവനുകൾ തയ്യാറായാൽ തീർച്ചയായിട്ടും അതൊരു ഗുണകരമാവും. പഞ്ചായത്തിൽ ഈ വാർഷിക പദ്ധതിയിലെ ഒരു പ്രോജക്റ്റാണ് തെങ്ങ് കർഷകർക്കുള്ള വളം വിതരണം. ഞാൻ പറഞ്ഞത് തെങ്ങ് കർഷകർക്ക് വളം വിതരണം ഉണ്ട്. തെങ്ങ് ശോഷിച്ചു പോവാണ്. പല തെങ്ങുകളും വലിയ രൂപത്തിൽ കേടും സംഭവങ്ങളും വന്ന് അതുകൊണ്ടാണ് ഈ ഉൽപ്പാദനം കുറയുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഓണക്കാലത്ത് ഞങ്ങൾ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഓണച്ചന്തയിൽ, കൃഷിഭവൻ്റെ നേതൃത്വത്തിലുള്ള ഓണച്ചന്തയിൽ അവിടുത്തെ കർഷകർ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറി സുഭിക്ഷമായിട്ട് കൊടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഉൽപ്പാദനം ഇല്ല എന്ന് പറയുന്നത് ശരിയല്ലോ. നമ്മൾ സാധാരണ നേന്ത്രക്കായും ഇതൊക്കെ പുത്തൂർ മരോട്ടിച്ചാൽ നിങ്ങളുടെ ഭാഗങ്ങളിൽ നിന്നൊക്കെയാണ് കൊണ്ടുവരാറ്. പക്ഷേ ഇപ്രാവശ്യത്തെ ഓണത്തിന് സമൃദ്ധിയായിട്ട് വിലക്കയറ്റം പിടിച്ചു നിർത്താനും പച്ചക്കറി കർഷകർ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറി അതാത് കൃഷിഭവനുകളുടെ നേതൃത്വത്തിലുള്ള ഓണച്ചന്ത വഴി വിൽക്കാനായിട്ട് സാധിച്ച ചെയ്തു ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവിടെ അതൊരു ചെറിയ വിഭാഗത്തിന് കൊടുക്കാൻ നമ്മുടെ കഴിഞ്ഞുള്ളൂ. അതാണ് യാഥാർത്ഥ്യം. വിപുലീകരിക്കണം. അത് ചെയ്യുന്ന തദ്ദേശ പോരിലെ നമ്മൾ ആദ്യഘട്ടം ഈ പാർല ഗ്രാമപഞ്ചായത്തിന് നിലവിലുള്ള പശ്ചാത്തലത്തിലേക്ക് വരികയാണ്. നിലവിലുള്ള പശ്ചാത്തലമല്ല, ഇനി ഇവിടുന്ന് വീറും വാശിയുമുള്ള തലത്തിലേക്ക് പോവുകയാണ്. വീണ്ടും LDF സിറ്റിംഗ് തന്നെ പിടിച്ചെടുക്കുവാനായിട്ട് സ്ഥാനാർത്ഥികളെ നിർത്തുന്നു. ഈ സ്ഥാനാർത്ഥി നിർണയത്തിനെടുത്ത് നോക്കിയാൽ ഇടതുപക്ഷം വളരെ കൃത്യമായി പഠിച്ച് ഏറ്റവും ഭംഗിയായിട്ട് തന്നെയാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയത്. വളരെ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് പോകുന്നു. ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നോക്കി കാണുമ്പോൾ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്താണ്? ഇടതുപക്ഷം വലിയ പ്രതീക്ഷയോടെയാണ് 17 സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത്. നിങ്ങൾ സ്ഥാനാർത്ഥികളെ പരിശോധിച്ചാലും അറിയാം, ജയസാധ്യതയുള്ള ജനങ്ങളുടെ ക്ഷേമം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളുകളെയാണ് ഇടതുപക്ഷം നിർത്തിയിട്ടുള്ളത്. നമ്മുടെ അടുത്ത ഭരണസമിതി വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ വരുമെന്ന് ഒരു ജനവിധി, ഒരു ആരവം പഞ്ചായത്തിലുണ്ട്. അത് കോൺഗ്രസ്സുകാർക്കും അറിയാം, BJPക്കാർക്കും അറിയാം. അപ്പോൾ ഈ വരുന്ന എന്തുകൊണ്ടാണ് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ, ഇപ്പോൾ കഴിഞ്ഞ തവണ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ ജയിച്ച് മാത്രമാണ് ഇടതുപക്ഷം. 6 മാസം കഴിഞ്ഞാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. ആ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഞങ്ങളൊക്കെ ജയിച്ചത് കേരളത്തിൽ ഒരു 70-72% പഞ്ചായത്തുകളും ത്രിതല പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഒക്കെ ജില്ലാ പഞ്ചായത്തും ഒക്കെ ഇന്ന് ഭരിക്കുന്നത് LDF ആണ്. അത് LDF മുന്നോട്ട് വയ്ക്കുന്ന ആശയ സംഹിത താഴെത്തട്ടിൽ ജനങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. നമ്മുടെ ഭരണസമിതി ഇനി വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ, ഇപ്പോൾ മറ്റ് ഭരണസമിതികളിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, നമ്മൾ വളരെ ഐക്യത്തോടെയാണ് ഇടതുപക്ഷ ജനാധിപത്യം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിലെ ഘടകകക്ഷികൾക്ക് സീറ്റ് വിഭജിച്ച് കൊടുക്കാറുണ്ട്. ചിലർക്ക് അത്തരം സീറ്റുകളിൽ മത്സരിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. അപ്പോൾ അത് കൃത്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചേനത്തെ സ്ഥാനാർത്ഥി ഷക്കീറാണ്. ആ ഷക്കീറിനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. മറ്റ് സ്വതന്ത്രരായിട്ട് നിൽക്കുന്ന ആളുകളെ, പാർട്ടി അംഗത്വം ഉള്ള ആളുകളെ പാർട്ടി നടപടിയെടുത്തിട്ടുണ്ട്. അതാണ്. പാർട്ടിക്കുള്ളിൽ വിഭാഗീയതയില്ല. ഇല്ലില്ല. മുൻകാലങ്ങളിൽ അവിടെ കഴിഞ്ഞ ടൈമിലുള്ള ഇലക്ഷൻ ഒന്ന് പരിശോധിച്ചാൽ അറിയാൻ പറ്റും. അല്ല, മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിട്ടാണ് ആ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അല്ലാതെ മറ്റു രീതിയിലുള്ള ഒരു പാർട്ടി കെട്ടുറപ്പിലാണ് അവിടെ നേരിടുന്നത്. വലിയ വിജയപ്രതീക്ഷയാണ്.
UDF-ലേക്ക് എത്തുകയാണ്. പാർലമെന്റ് UDF-ന്റെ അവസ്ഥ എന്താണ്? നല്ല അവസ്ഥയാണ്. എന്താണ് എന്താ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞതിനേക്കാളും ഞങ്ങൾ വിലയിരുത്തത് ഞങ്ങൾ ഈ നല്ല കെട്ടുറപ്പുണ്ട്. അസസരങ്ങളൊക്കെ പോയി. അതൊക്കെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ. ഇപ്പോൾ ചേനത്ത് CPI മത്സരിക്കുന്നുണ്ടല്ലോ. അല്ല, അത് UDF-ൽ ഇത്രേ ഉള്ളൂ. UDF-ൽ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ 25 ആള് നേതൃത്വത്തിൽ നിന്ന് രാജിവെച്ചിട്ടാണ്. അല്ലല്ല, അത് ആ 25 പേര് രാജിവെച്ചു എന്ന് പറഞ്ഞാല് അത് ഒരു സത്യാവസ്ഥയല്ല. ഞാൻ പറയട്ടെ, കൊഴിഞ്ഞു പോയിട്ടില്ല. അതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അവിടെ നിലവിലുള്ള സംഘടനാ സംവിധാനത്തിൽ ഞങ്ങൾക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് അത് തെറ്റായ രീതിയിൽ പോകുന്നു എന്ന് തോന്നുന്നു. ആ CPM-ഉം അല്ലെങ്കിൽ BJP ഒക്കെ തെറ്റായ മാർഗത്തിൽ പോകുന്ന ആളുകളെ മാറ്റി നിർത്തി അത് തൽക്കാലം മാറ്റി നിർത്താൻ പറയും. ഇത് ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് അങ്ങനെ മാറ്റി നിർത്തുമ്പോൾ അവർക്കൊരു പ്രയാസം ഉണ്ടാവും. ആ പ്രയാസം ഉണ്ടായില്ല എന്ന് ഞാൻ പറയുന്നില്ല. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പാർലമെൻറ്റ് പഞ്ചായത്തിനെ കുറിച്ച് പഠിച്ച് എന്നെപ്പോലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ദീർഘകാലം ഭാരവാഹിയായിരുന്ന ഒരാൾക്ക് ചുമതല തരിക. നിങ്ങൾ അതിൻ്റെ സീരിയസ് ആലോചിക്കണം. അങ്ങനെ സീരിയസ് തന്നപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കുറച്ച് ദിവസങ്ങളെ കൊണ്ട് പാർലമെൻറ്റ് ഇന്നേ വരെ ഇല്ലാത്ത മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഞാൻ അതിന് കാരണം പറയാം നല്ല സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിഞ്ഞു. ഞങ്ങൾ ചെയ്ത് ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല. തുടക്കം തന്നെ പറഞ്ഞത് ഇടതുപക്ഷത്തെ സ്ഥാനാർത്ഥി നിർണയം വളരെ കൃത്യമായി പഠിച്ച ശേഷം കോൺഗ്രസിന്റെ ഈ വർഷത്തെ സ്ഥാനാർത്ഥി നിർണയം എങ്ങനെയായിരുന്നു? വളരെ നന്നായി ഞാൻ ചെയ്തിരുന്നത്. ഈ പ്രാവശ്യം ഒരിക്കലും ഇല്ലാത്ത പോലെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ യോഗം കൂടും. കോൺഗ്രസ്സിൽ അങ്ങനെ പതിവില്ല കേട്ടോ. അങ്ങനെ വിളിക്കുന്നല്ല. ഈ പ്രാവശ്യം 10 or 25 പേര് പങ്കെടുക്കുന്ന ഒരു യോഗത്തിൽ വെച്ച് അവിടെ വന്ന ആർക്കും സ്ഥാനാർത്ഥികളുടെ പേര് പറയാം. അങ്ങനെ പേര് പറയുന്ന ആളുകളിൽ ഐകകണ്ഠേന ആ വാർഡിലുള്ള ആളുകൾ എല്ലാവരും കൂടി ഒരാളുടെ പേര് പറഞ്ഞാൽ ആ ആളെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗീകരിക്കും. അതാണ് സിസ്റ്റം. വാർഡിലുള്ള മുഴുവൻ ആളുകളും ഇന്ന സ്ഥാനാർത്ഥിയാവണം എന്ന് തീരുമാനിച്ചപ്പോൾ ആ ആളെയാണ് കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥിയാക്കുന്നത്. ഇല്ല, വിമതം വന്ന 2 വാർഡുകളിലാണ് 17 വാർഡിൽ 2 വാർഡുകളിലാണ് ഒരാളും കൂടി ആഗ്രഹം പ്രകടിപ്പിച്ചു. അവരെ ഞങ്ങൾ ചെന്ന് സംസാരിച്ച് അത് അവരോട് പറഞ്ഞു നിങ്ങളെക്കാളും സാധ്യത മറ്റേ ആൾക്കാണ്, അതുകൊണ്ട് നീ ഒഴിഞ്ഞു കൊടുക്കണം. അവരൊഴിഞ്ഞു. പിന്നെ മറ്റു വിഭാഗീയ പ്രവർത്തനമൊന്നുമല്ല, എനിക്ക് സ്വാഭാവികമായിട്ടും സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ പറയുമ്പോൾ ഉണ്ടായ ഒരു അസ്വസ്ഥനം. അങ്ങനെ പോയ ആളുകളൊക്കെ ഇപ്പോൾ കഷ്ടപ്പെട്ട് നടക്കുക. ഏത് അന്ന് പറഞ്ഞ ഇപ്പോൾ അല്ല, അതിന് വേറൊരു കാര്യമുണ്ട്. അത് നിങ്ങൾ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ കോർപ്പറേഷനിലും ഇതുപോലെ സംഭവം ഉണ്ടായിട്ടില്ലേ? എവിടെ? പാർലമെന്റ് മാത്രമല്ല. അല്ലല്ല, ഇത് കേരളത്തിൽ. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ പാർലമെന്റ് തന്നെ നിങ്ങൾ പറയുന്ന ഇടതുപക്ഷ മുന്നണിക്കെതിരായിട്ട് അല്ലല്ല, ഒറ്റപ്പെട്ട ഇത് സ്വാഭാവികമായിട്ട് എല്ലായിടത്തും സീറ്റ് കിട്ടാത്ത ഇത് ഞാൻ പറഞ്ഞു. ഒരു വാർഡിൽ ചിലപ്പോൾ ഞാൻ 2 വാർഡിലുണ്ടെന്ന് പറഞ്ഞല്ലോ, ചില സ്ഥലങ്ങളിൽ ആഗ്രഹക്കാർ കൂടുതലുണ്ടാവും. നമ്മളില്ല എന്ന് പറയില്ല. അവർക്ക് താഴെക്കടയിലുള്ള ആളുകൾക്ക് മത്സരിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ വാർഡ് കൺവെൻഷൻ കഴിഞ്ഞു, മണ്ഡലം കൺവെൻഷൻ കഴിഞ്ഞു. KPCC ജനറൽ സെക്രട്ടറി കോടന്നൂരിൽ നടന്ന സന്ദീപ് വാര്യർ വരെ വന്ന് നടന്ന വലിയ ഒരു പൊതുസമ്മേളനം നടന്നു. ഞങ്ങളുടെ വിലയിരുത്തൽ 3 ദിവസം കൂടുമ്പോൾ സ്ഥാനാർത്ഥി വിലയിരുത്തൽ നടത്തുന്നു. ഞങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് 25ഓളം പ്രവർത്തകർ ഓരോ വാർഡുകളിലും ഇറങ്ങി ഓരോ വീടും കയറിറങ്ങുന്ന രീതിയിലാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ പഴയ സിസ്റ്റം മാറ്റി ഒരു ലീഡർഷിപ്പ്, ഒരു ടീമാണ്. ഞങ്ങൾ 3-4 പേരെ ഒരു ടീം എടുത്ത് സഹായിക്കും. അത് ഗുണം ചെയ്യും. മാത്രമല്ല ഞാനൊരു ഒറ്റ കാര്യം കൂടി, പാർലമെന്റ് ഇത് ചെയ്യാൻ പോകുന്നത് ഞാൻ ഭരണത്തിൽ വരുന്നു എന്നൊന്നുമല്ല, ഞങ്ങളായിരിക്കും ഈ പ്രാവശ്യം ഒറ്റ കക്ഷി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്ന പാർട്ടി കോൺഗ്രസ് ആയിരിക്കും. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഭരണം കിട്ടുന്നത് പറയുന്നത്, പക്ഷെ ഒറ്റ കക്ഷി എന്ന നിലയിൽ. അതെ അതെ. അല്ല, പാർലത്ത് അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ അറിയാം, ഇടതുപക്ഷം തൂത്തുവാരും 17 വാർഡിൽ. ഭാരതീയ ജനതാ പാർട്ടി ഈ പ്രാവശ്യം മുന്നോട്ട് പോകുമ്പോൾ മാഷ് സൂചിപ്പിക്കുന്ന പോലെ ഒറ്റക്കക്ഷിയൊക്കെ ആവാനായിട്ട് വളർന്നു വരാൻ സാധ്യതയുണ്ടോ? അല്ല, ഞങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ഇലക്ഷനിൽ ഒറ്റക്കക്ഷി. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ഞങ്ങളാ. 7120 വോട്ട് ഞങ്ങൾക്കാ.
ഇവരൊക്കെ 2ാം സ്ഥാനം 3ാം സ്ഥാനക്കാരാ. നിലവിൽ ലോകസഭ കഴിഞ്ഞ ലോകസഭയിലെ കാര്യം അതെ അത് പഞ്ചായത്ത് ലോകസഭയിൽ ഞാൻ പറഞ്ഞു 19 അങ്ങനെയാണ് കേരളത്തിൽ ലോകസഭയില് 2019 19 സീറ്റ് കിട്ടിയ സ്ഥലത്ത് നിന്ന് 6 മാസം കൊണ്ട് 72% പഞ്ചായത്ത് കേരളത്തിൽ കിട്ടണമെങ്കിൽ അത് പഞ്ചായത്തുകൾ ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. അത് ആ കാറ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു, അന്നത്തെ കാറ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. ഓരോ തെരഞ്ഞെടുപ്പിനും ഓരോ ആ കാറ്റിന്റെ പശ്ചാത്തലമല്ല ഇന്നത്തെ കാറ്റ്. ഒരു പക്ഷെ ജനമൊന്നും മാറി ചിന്തിക്കായൊന്നുമില്ല. തെരഞ്ഞെടുപ്പാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അവിടെ ചില വ്യക്തികളെ സ്വാധീനങ്ങൾ ഉപയോഗിച്ച് ചില വ്യക്തിബന്ധങ്ങൾക്ക് പ്രകടമായ സ്വാധീനം വെച്ച് ചിലപ്പോൾ കൊടുക്കും. ഒരു സെക്കൻഡ് ഇതിലേക്ക് വരാം, എൻ്റെ സമയം പോവില്ല. തീർച്ചയായും. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി പാർലം പഞ്ചായത്തിൽ ഇപ്പോൾ നിലവിലത്തെ സ്ഥാനാർത്ഥികൾ എടുക്കുമ്പോൾ യുവത്വത്തിൻ്റെ കരുത്ത, ഏറ്റവും യുവാക്കൾ, വിദ്യാഭ്യാസം, അവരുടെ എല്ലാ പ്രവർത്തന മികവും നോക്കിയിട്ട് നല്ലൊരു ടീമിനെയാണ് BJP ഇത്തവണ സ്ഥാനാർത്ഥികളാക്കിയിട്ടുള്ളത്. ഓരോ സ്ഥാനാർത്ഥികളെ എടുത്തു നോക്കിയറിയാം. മുന്നത്തെ ഞങ്ങളുടെ മെമ്പർമാരെ പ്രവർത്തന വിലയിരുത്തിയാൽ അറിയാം. ഇതൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ BJPക്ക് 100% ഈ പാർലം ഗ്രാമപഞ്ചായത്ത് ഇത്തവണ ഭരിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ അടിസ്ഥാന പ്രവർത്തനം വളരെയധികം അടിസ്ഥാന പ്രവർത്തനം 1.5 വർഷം മുന്നേ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ അവകാശപ്പെടാനും ഞങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെയാണ് ഞങ്ങൾ പറയുന്നത് ഉറപ്പായിട്ട് ഇത്തവണ BJPക്കായിരിക്കും. ഞാൻ പറഞ്ഞതിൽ നിന്ന് അതിൻ്റെ ആന്തരാർത്ഥം മനസ്സിലായി. 2 വിഭാഗക്കാരും വോട്ട് പിടിച്ചാലും ഒറ്റ കക്ഷി എന്ന നിലയിൽ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ മെമ്പർമാരായിട്ട് വരികയും കോൺഗ്രസിന് അന്ന് പറഞ്ഞൊരു നമ്പറുണ്ട് തോറ്റത്. ഞാൻ പറയട്ടെ, തോറ്റ് പറയണം. 4 സീറ്റ് തോറ്റത്. മൊത്തം 56 വോട്ട് ഉണ്ടായാൽ 4 സീറ്റ് ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു. അത് പിന്നീട് പരിശോധിച്ചു. ആ പരിശോധിച്ചതിൻ്റെ അപകടം ഞങ്ങൾ മണത്തറിഞ്ഞു. അന്ന് 4 സീറ്റ് പരാജയപ്പെടാൻ, പ്രത്യേകിച്ച് പറയാം അമ്മാടം, അത് പരാജയപ്പെടാനുണ്ടായ കാരണം അവിടെ ഉണ്ടായ ചില സംഭവവികാസങ്ങളാണ്. അത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നടന്ന സംഭവവികാസങ്ങളാണ്. സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു അപകടം ഈ പ്രാവശ്യം ഞങ്ങൾ മണത്തറിയുന്നുണ്ട്. ആ അപകടം കഴിഞ്ഞാൽ 56 വോട്ട് കിട്ടിയാൽ പഞ്ചായത്തിൽ ഭൂരിപക്ഷം UDFനായി. എന്നുവെച്ചാൽ കോൺഗ്രസ്സിന് അവിടെ UDF എന്ന് പറഞ്ഞാൽ വേറെ കക്ഷിയൊന്നുമില്ല, കോൺഗ്രസ് ഒറ്റയ്ക്കാണ്. ഇപ്പോൾ മറ്റുള്ള കക്ഷികൾ പോലെയല്ല, ഞങ്ങൾ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. ഒറ്റയ്ക്ക് നിൽക്കുന്ന ഞങ്ങൾക്ക് 56 വോട്ടിൻ്റെ ഇതുമയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭരണം നഷ്ടപ്പെട്ടതെങ്കിൽ ഞങ്ങളത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത്, ഞങ്ങൾ പിന്നെ കേഡർ പാർട്ടിയൊന്നുമല്ല, ഇതിൽ കുറച്ച് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം, സ്വന്തമായി കഴിവ് തെളിയിക്കാനുള്ള ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു സൗകര്യം, അതുകൊണ്ട് ഞാൻ പറയുന്നു, കറക്റ്റായിട്ട് ഞങ്ങളുടെ ആ ഒരു റീഡിങ്ങിൽ ഞാൻ പറഞ്ഞല്ലോ, ഒറ്റ കക്ഷി എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വലിയ ഭൂരിപക്ഷം കിട്ടുന്നൊന്നുമല്ല പറഞ്ഞത്, അധികാരത്തിൽ വരുന്നതല്ല. ഒറ്റ കക്ഷി എന്ന നിലയിൽ 2 വിഭാഗങ്ങളിലേക്കാൾ ഉയർന്ന 7 ഞങ്ങൾ അതിനേക്കാൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് 45 വർഷമായിട്ട് ഒരു ടേമാണ് ഇടതുപക്ഷത്തെ ജനം കൈവിട്ടത്. 2010 45 വർഷമായിട്ട് ഇടതുപക്ഷം CPIM-ഉം CPI-യും NCP-യും വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ ജയിച്ചു വരിക. അത് ഈ വർഷവും ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിലും ഭരണം വലിയ ഭൂരിപക്ഷത്തോടെ തൂത്തുവാരും. ഷുവർ. ഞങ്ങൾ ഒരു കാര്യം ഞാനിപ്പോൾ പറയുന്നു, 2010 എന്ത് സംഭവിച്ചോ ആ രീതിയിലുള്ള ഒരു വിജയം UDF പാർലത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ അത്ര പറയാം, അങ്ങനെ പ്രതീക്ഷയുണ്ട്. അതിൻ്റെ ഒരു അടിയൊഴുക്ക് ഞങ്ങൾക്കറിയാം. അടിയൊഴുക്കിന് പല കാരണങ്ങളുണ്ട്. 2010-ലോ 2015-ലോ കഥയല്ല. ഇപ്പോൾ BJP വളർന്നു കഴിഞ്ഞു. പാർലത്ത് നിന്നല്ല, കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും വൻ വളർച്ചയായി കഴിഞ്ഞു. ജനം മാറി ചിന്തിക്കുമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും. എന്ത് ഘടകമാണ് മുന്നോട്ട് വെക്കുന്ന ആശയം? ഞങ്ങളെ ആശയം, ഞങ്ങൾക്കിപ്പോൾ പണ്ട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ ഞങ്ങൾക്കൊരു MP ഉണ്ടായിരുന്നു. ഇപ്പോൾ മുന്നേ ഞങ്ങൾക്കതില്ല. ഒരു MLA, ഒരു MP എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ, അതായത് ഒരു ഗ്രാമങ്ങളിലെ കണക്ടിവിറ്റി റോഡുകൾ, ഗ്രാം സടക്ക് യോജന വഴി ഞങ്ങൾക്ക് റോഡ് നിർമ്മിക്കാം. അത് ഈ പറഞ്ഞ മുള്ളക്കര ചേനം വഴി ഞങ്ങൾക്ക് നിർമ്മിക്കാൻ സാധിക്കും. ഇതേപോലെ തന്നെ ഗുരുകുലം റോഡ്, SN റോഡ്, ഗ്രാം സടക്ക് യോജന വഴി ഞങ്ങൾക്ക് നിർമ്മിക്കാൻ സാധിക്കും.
ഇതൊക്കെ ഞങ്ങൾക്ക് അവകാശപ്പെടാനും ചെയ്യാനും സാധിക്കും. ഇതിന് മാതൃകയായിട്ട് അവണിശ്ശേരി പഞ്ചായത്ത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വികസന പദ്ധതികൾ ഞങ്ങൾക്ക് ഇവിടെ എത്തിക്കാം. ഏതൊക്കെ മേഖലകളിലും പഞ്ചായത്തിലൂടെ അവണിശ്ശേരി പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ടല്ല എങ്കിൽ പോലും അങ്ങ് സൂചിപ്പിച്ചപ്പോൾ പറയുകയാണ്, അവണിശ്ശേരി പഞ്ചായത്തിലൂടെ എല്ലാം മാധ്യമ പ്രവർത്തനം നടത്തുന്ന മാധ്യമ പ്രവർത്തകരാണ് ഞങ്ങൾ. പക്ഷേ സുരേഷ് ഗോപി ദത്തെടുത്ത ഞങ്ങളുടെ അവണിശ്ശേരി പഞ്ചായത്തിൽ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന വോട്ടർമാർ അവിടെ ഉണ്ടെന്നേ. അല്ല, അതെല്ലാ സ്ഥലത്തും ഉണ്ടാവില്ല. അതിനോട് പറയുന്നത് ഇതിൽ ഒരു കാര്യമുള്ളത് ഇപ്പോ അല്ല, ഒരു മിനിറ്റ്. ഈ നേരത്തെ 5 വർഷം ഒരു MP ഉണ്ടായിരുന്നു. എത്ര ഹൈമാസ് ലൈറ്റ് കൊടുക്കുന്നു ചോദിച്ചൊക്കെ ജയകുമാറിനോട്. അല്ല, അവണിശ്ശേരി കാര്യം അല്ല, ഉദാഹരണം വെളിച്ചാണല്ലോ പ്രധാനം. രാത്രി വെളിച്ചം വേണ്ടേ? ഈ അവണിശ്ശേരിയിൽ 10 ഹൈമാസ് ലൈറ്റ് ആൾ കൊടുത്തിട്ടുണ്ട്. 1 വർഷമായിട്ടുള്ളൂ 10 എണ്ണം. ഇവിടെ TM പ്രതാപ് എത്ര കൊടുത്തിട്ടുണ്ടായിരുന്നു? 5 കാര്യത്തിൽ പറയാനുള്ളത്, സുരേഷ് ഗോപിനെ MP ആയിട്ട് തൃശ്ശൂരിൽ നിന്ന് ജനങ്ങൾ തിരഞ്ഞെടുത്തത് അവണിശ്ശേരിയിലെ MP ആവാനല്ല. അല്ല, അത് ഒരു ഞാൻ പറയട്ടെ, അവണിശ്ശേരിയിലെ MP അല്ല സുരേഷ് ഗോപി. 1.25 കൊല്ലായി. ഒരു രൂപയുടെ വികസനം ഞങ്ങൾ BJPയുടെ വാർഡ് മെമ്പർമാരോട് പറഞ്ഞിരുന്നു, ലിജീവിനോടും കൂട്ടരോടും പറഞ്ഞിരുന്നു, നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങൾ ഈ സംസ്ഥാനത്തിന്റെ വിഹിതം നോക്കി നിൽക്കല്ലേ, നിങ്ങൾക്കൊരു MP ഉണ്ടല്ലോ, 1 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് എങ്കിലും നിങ്ങൾ പാർലം ഗ്രാമപഞ്ചായത്തിൽ നിങ്ങളുടെ 3 വാർഡുകളിലൊന്ന് കാണിച്ചതാ. 5 അല്ല 1.5 വർഷമായി ഒന്നും തന്നിട്ടില്ല. അത് തന്നെയല്ല, അതിന് മുന്നുണ്ടായിരുന്ന MP TN പ്രതാപൻ ഞങ്ങളുടെ 4 വർഷം ഉണ്ടായിരുന്നു. ഈ 4 വർഷത്തിനിടയ്ക്ക് ഒരു മിനിമാസ്റ്റ് ലൈറ്റും ഒരു ഹൈമാസ്റ്റ് ലൈറ്റും, അതെ, ഒരു ഹൈമാസ്റ്റ് ഒരു മിനിമാസ്റ്റ്, ഇതിൽ വിട്ട് 1 രൂപയുടെ വികസനം. 13 ഹൈമാസ്റ്റ് ഉണ്ട് അവിടെ MLA തന്നത്. അങ്ങനത്തെ സ്ഥലത്താണ് പറഞ്ഞത്, നേരത്തെ സുബീഷ് ചോദിച്ചല്ലോ, ആ ഒരു സ്ഥലത്താണ് 1 രൂപയുടെ വികസനം കൊണ്ടുവരാൻ അന്ന് UDFന്റെ നേതൃത്വം MP ആയിരുന്നപ്പോഴും പറ്റിയിട്ടില്ല. BJP MP കാര്യം ഞാൻ പറയാം. TM പ്രതാപൻ MP ആയിരുന്ന കാലത്ത് 3 വർഷക്കാലം പ്രളയം, അതുപോലെ തന്നെ കോവിഡ്, അതുകൊണ്ട് MP ഫണ്ട് ഉണ്ടായിരുന്നില്ല. MP ഫണ്ട് ശരിക്ക് കിട്ടിയത് 2 വർഷമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. കോവിഡ് കാലത്തും പ്രളയകാലത്തും പ്രളയത്തിന് വേണ്ടി ഉപയോഗിച്ചു. കോവിഡ് കാലത്ത് കേന്ദ്ര ഗവൺമെൻറ് തന്നെ ആ ഫണ്ട് MP-മാർക്ക് കൊടുക്കാണ്ട് കോവിഡുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ചെലവഴിക്കാൻ തീരുമാനിച്ചു. 2 വർഷം കൊണ്ട് പാർലത്തിന് കൊടുക്കാവുന്നൊരു സംവിധാനം, അത് സ്വാഭാവികമായിട്ട് 2 ഹൈമാസ്റ്റ് വിളക്ക് കൊടുത്തു. അതല്ല ഒരു ചെയ്യാവുന്ന പുള്ളിക്ക് നേരിട്ട്. ഒരു MP-ക്ക് എന്ന് പറഞ്ഞാൽ നിരവധി സ്ഥലമുണ്ട്. പിന്നെ പുള്ളിക്ക് എല്ലാ പഞ്ചായത്തും നോക്കണം. ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ഒരു പഞ്ചായത്ത് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, എല്ലാ പഞ്ചായത്തിലേക്കും പുള്ളി ഇതുപോലെ ചെയ്തു. അങ്ങയുടെ നേതൃത്വം 3 പേര്, ലിജീവ് അടക്കമുള്ള നേതൃത്വ നിരയൊക്കെ ഭാരതീയ ജനതാ പാർട്ടിക്ക് പഞ്ചായത്തിൽ സ്വാധീനമുണ്ടായിരുന്നു. അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ മാഷ് സൂചിപ്പിച്ച ആ സൂചന വെച്ചിട്ട് ഏതെങ്കിലും ഒരു പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് തലത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്? MP-യുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ 14-ാം വാർഡിൽ ഒരു കലുങ്ക് നിർമ്മാണമായിട്ട് 25 ലക്ഷം വരെ പ്രൊജക്ട് വെച്ചിട്ടുണ്ട് MP-യുടെ അവിടെ. ഈ സമയത്ത് ഈ പെരുമാറ്റച്ചട്ടം വന്നതുകൊണ്ട് മാത്രം ഇവിടേക്ക് കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ അതാണല്ലോ. ഇതേപോലെ തന്നെയാണ് 1-ാം വാർഡിൽ ഒരു വഴി, അത് ആസ്തിയിൽ ബെറ്ററിലാണ്, അതുമായി ബന്ധപ്പെട്ടും വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അവിടെ നിന്ന് വരണമെങ്കിൽ ഇപ്പോൾ പറ്റില്ല സമയം. റോഡിന്റെ അല്ല, 1.5 കൊല്ലമായിട്ടാണ് തൃശ്ശൂർ ലോക്സഭ MP ആയത്. അതിനു മുമ്പ് രാജ്യസഭ MP ആയിരുന്നു. 1 രൂപയുടെ വികസനം രാജ്യസഭ MPക്ക് ഇന്ത്യയിൽ എവിടെയും ഫണ്ട് ചെലവഴിക്കാം. ഇപ്പോൾ ചേനത്ത് 25 ലക്ഷം രൂപ കണ്ണൂരുള്ള സന്തോഷ് കുമാർ MP-യുടെ ഫണ്ടിൽ നിന്നാണ് അംഗനവാടി പുതിയ കെട്ടിടം വന്നത്. ഞാൻ പറയുന്നത്, ഇത്ര നാളായിട്ട് കേന്ദ്രം ഭരിക്കല്ലേ BJP, ഒരു പ്രോജക്റ്റ് ഈ പഞ്ചായത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു. അത് പറയാം. അമ്മാടം സെന്റ് ആന്റണി സ്കൂളിൽ ഒരു സോളാർ പാനൽ വേണം, അതിന് 50 ലക്ഷം വരെ പ്രൊജക്റ്റ് വെക്കാൻ പറഞ്ഞിരുന്നു. അന്നത്തെ മാഷ് സ്റ്റേനി മാഷായ സമയത്ത് ഈ രാജ്യസഭ MP-യുടെ കാലഘട്ടത്തിൽ കൊടുത്തിട്ടുണ്ട്. MP അദ്ദേഹത്തിൻ്റെ സമയം കഴിഞ്ഞതുകൊണ്ട് അത് അവസാനമാണ് ഈ ആവശ്യങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കിപ്പോൾ എൻ്റെ അധികാര സമയം കഴിഞ്ഞു, പിന്നീടാവട്ടെ എന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം ഒരു കേന്ദ്ര പ്രചരണ പരിപാടിയുമായി ബന്ധപ്പെട്ട് അമ്മാടത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അമ്മാട സ്കൂളിൽ വന്നു. അദ്ദേഹം ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നത്തെ അധികാരികളുടെ അടുത്ത്. 50 ലക്ഷം രൂപ എങ്ങനെയാണോ നിങ്ങളുടെ പ്രൊജക്റ്റ് തയ്യാറാക്കി തരൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ നിന്ന് പ്രൊജക്റ്റ് തയ്യാറാക്കി കൊടുക്കണം, അവിടെ എത്തുമ്പോഴാണ് കൊടുക്കാൻ പറ്റുക. ഇവിടുന്ന് ഇതേവരെ ഒരു പ്രൊജക്റ്റ് പോലും കൊടുത്തിട്ടില്ല. ഇന്ന സംഭവം വേണം, എനിക്ക് ആവശ്യപ്പെടണം, ഏതെങ്കിലും ഒന്ന് ആവശ്യപ്പെടണം. ഞാൻ സൂചിപ്പിക്കുന്നത് പഞ്ചായത്ത് ആദ്യമായിട്ട് 3 വാർഡ് BJPക്ക് കിട്ടിയതാണ്. ഞങ്ങൾ സൗഹൃദ സംഭാഷണത്തിൽ ഈ 3 പേരോടും പറയാറുണ്ട്, നിങ്ങൾ എന്തെങ്കിലും ഒരു വികസനം നിങ്ങളുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് കൊണ്ടുപോയോ? നമ്മുടെ ഈ 3 മെമ്പർമാർ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം കിട്ടിയാൽ മതി, കേന്ദ്രത്തിൻ്റെ വെക്കണ്ടെന്നാണ് പറയാം.
അങ്ങനെ ഒരിക്കലും അറിയില്ല. അത് ഏതാണെന്ന് അറിയാം. കേന്ദ്രത്തിന് ഒരു പദ്ധതി അവര് കൊണ്ടുവരണമെങ്കിൽ മല്ലടിക്കുക ചെയ്യാം. കേന്ദ്രത്തിന് അല്ല കേന്ദ്രത്തിന് എന്തെങ്കിലും ഒരു പദ്ധതി ഇവിടെ കൊണ്ടുവരണമെങ്കിൽ സംസ്ഥാന സർക്കാരും തദ്ദേശ വകുപ്പും അറിയാണ്ട് എത്തിക്കാൻ പറ്റൂ. ഇവര് അനുമതി കൊടുക്കണ്ടേ? ഇവര് അനുമതി കൊടുക്കില്ല. അവിടെ ഒരു വികസനം പാടില്ല. സുരേഷ് ഗോപി വികസനം കൊണ്ടുവരാൻ പറ്റൂ. പല കാര്യങ്ങളും ഇവിടെ കൊണ്ടുവരുമ്പോ സുരേഷ് ഗോപിയുടെ പേര് വരും. അവിടെ സുരേഷ് ഗോപി MP എന്ന പേര് എഴുതി വെക്കണം. അതുകൊണ്ടാണ് ഈ സംഭവം. എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപി MP ആകുന്നതിന് മുൻപ് ചെയ്ത സേവനങ്ങളെ കുറെ നമ്മൾ നന്നായിട്ട് ഓർമ്മിക്കുന്ന ആളുകളാണ്. പക്ഷെ പുള്ളി MP ആയിട്ട് ആ ഒരു മൂവ്മെൻറ്റ് MP ആയതിനു ശേഷം നടക്കുന്നില്ല. ഒരു MP-യുടെ പ്രാതിനിധ്യം തന്നെ ഇപ്പോൾ നമ്മൾ ആരെയും കുറ്റപ്പറയൊന്നുമല്ല, കുറച്ചും കൂടി നന്നായിട്ട് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് സുരേഷ് ഗോപി പിന്നെ കേന്ദ്രമന്ത്രിയായപ്പോൾ തൃശ്ശൂർക്കാർക്ക് വലിയ മെച്ചം, പ്രത്യേകിച്ച് തൃശ്ശൂർ പാർലമെൻറ്റിലുള്ള ആളുകൾക്ക് വലിയ നേട്ടങ്ങളുണ്ടാകുമെന്ന് വിചാരിച്ച വലിയൊരു ജനവിഭാഗം ഉണ്ടായിരുന്നു. ആ ജനവിഭാഗം നിന്ന് നിരാശരാണ്. കാരണം ഒന്നും നടക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ എന്ത് പ്രധാനപ്പെട്ട പ്രൊജക്റ്റ് ഉണ്ടായാലും തൃശ്ശൂരിനില്ല. അതാണ് ഏറ്റവും വലിയ അല്ല, സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന്റെ എല്ലാ മീറ്റിങ്ങുകളിലും അദ്ദേഹം പറയാറുണ്ട്, എനിക്കിവിടെ എത്തിക്കാൻ സാധിക്കുന്നില്ല. ഇവിടുത്തെ കേരള സർക്കാർ അനുമതി കൊടുക്കണം. അറിയാലോ, ഞങ്ങൾ പറയണം, ഇവിടുത്തെ തദ്ദേശ വകുപ്പ് അനുമതി കൊടുക്കണം. ഇവർ അപേക്ഷ വയ്ക്കില്ല, ഇവർ കൊടുക്കില്ല, ഏതെങ്കിലും പാസ്സാക്കിയ തള്ളികളയാണ്. ഇവിടെ സുരേഷ് ഗോപിയുടെ വികസനം കൊണ്ടുവരരുത്. ആ രീതിയിലാണ് സുരേഷ് ഗോപിയുടെ പാടെ തള്ളുകയാണ്. ഇവരുടെ 3 ഭരണസമിതി അംഗങ്ങള് കേന്ദ്രത്തിന്റെ പ്രോജക്റ്റ് വെക്കാൻ പറയുമ്പോൾ ഞങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെ വിഹിതം വേണ്ടുവോ? അങ്ങനെ പറയൂ. എന്താ അതിന്റെ കാരണം സംസ്ഥാന സർക്കാർ വിഹിതം വെച്ചാൽ കൃത്യമായി കിട്ടും, കേന്ദ്രത്തിന്റെ വിഹിതം വെച്ചാൽ കിട്ടുന്നില്ല. അല്ല, അത് സംസ്ഥാന സർക്കാർ തൊഴിലുറപ്പ് പദ്ധതിയിൽ പല റോഡുകളും വെക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ്. അതിന്റെ നിബന്ധനകൾ കുറേ അധികമാണ്. നമ്മുടെ സംസ്ഥാനത്തെ കണ്ടിട്ടൊന്നുമല്ല ഇന്ത്യയിൽ നിയമം ഉണ്ടാക്കുന്നത്. നമ്മുടെ സംസ്ഥാനം ശിശുമരണ നിരക്ക് അമേരിക്കയേക്കാൾ വെട്ടിച്ചു. ലോകത്ത് ഏറ്റവും ആദ്യം ശിശുമരണ നിരക്ക് 5% ഉണ്ടായിരുന്നത് അമേരിക്കയാണ്. അതിനേക്കാൾ താഴ്ന്ന റേറ്റിലേക്ക് അങ്ങനെ പറയുമ്പോ ഒരു കാര്യമുണ്ട്. സംസ്ഥാന തലത്തിൽ ആരോഗ്യ മേഖല എടുത്ത് നോക്കി കഴിഞ്ഞാലുള്ള ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും നന്നായി ഈ ആരോഗ്യ മേഖല കൈകാര്യം ചെയ്ത VM സുധീരനെ പോലെയുള്ള പ്രഗത്ഭരായിരുന്ന വകുപ്പായിരുന്നു ആരോഗ്യവകുപ്പ്. ആ ആരോഗ്യവകുപ്പിൽ ഉണ്ടായ ആ കാലഘട്ടത്തിലുണ്ടായ നേട്ടങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പോൾ വരുന്ന ആരോഗ്യമന്ത്രിമാർ, ഇപ്പോൾ ശൈലജ ടീച്ചർ ഞാൻ പറയുന്നില്ല, കുറേയൊക്കെ ആ രീതിയിൽ വന്നിരുന്നു. ഇപ്പോൾ ദയനീയ പരാജയമല്ലേ? കാരണം സർജറി നടത്താൻ ആവശ്യമായ ഒരു സംവിധാനം പോലും ഇല്ലാത്ത ഒരു കേരളം. ഇവിടെ നമ്മുടെ ആളുകളൊക്കെ ഇപ്പോൾ വിദേശത്ത് പോയിട്ട് സർജറി നടത്തേണ്ട അവസ്ഥയല്ലേ വരുന്നത്. ആ സാഹചര്യം ഒഴിവാക്കേണ്ടതല്ലേ? നമ്മുടെ അവിടെ മെഡിക്കൽ കോളേജുകളിൽ വലിയ സംവിധാനം ഉണ്ട് എന്ന് പറയുന്നു. പക്ഷെ പല മിഷനറികളും ഇന്ന് പ്രവർത്തിക്കുന്നില്ല. നിങ്ങളൊരു മെഡിക്കൽ കോളേജിൽ പോകണം. മെഡിക്കൽ കോളേജ് ചെന്നാൽ അവിടെ 100 കണക്കിന് ആളുകൾ ഡേറ്റ് കിട്ടാതെ സർജറി നടത്താൻ ഡേറ്റ് കിട്ടാതെ നിൽക്കുക. ഏതെങ്കിലും ഒരു മിഷനറി കേടായി കിടക്കുന്നല്ലോ, അല്ലെങ്കിൽ അവിടെ ജോലിക്കാരുണ്ടാവില്ല. ആ സംവിധാനത്തിൽ ഇന്നും ഞാനത് ഒരാളുടെ കുറ്റമായിട്ടല്ല, നമ്മളൊന്നും കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ആരോഗ്യ മേഖല, സ്വകാര്യ മേഖല കോടാനുകോടി രൂപ നമ്മുടെ നാട്ടുകാരുടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഇത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളും ജില്ലാ ആശുപത്രികളും മറ്റേ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും നന്നായി വികസിപ്പിച്ചാൽ മാത്രമേ നമ്മുടെ ആളുകളുടെ പണം ഈ സ്വകാര്യ വ്യക്തികൾ എടുക്കുന്ന രീതി മാറുള്ളൂ. ഇപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യരംഗം കോവിഡ് തൊട്ട് ഇങ്ങോട്ട് എടുക്കുക, അമേരിക്കനെ കിടപിടിച്ചിട്ട് തന്നെയാണ് ഞാനീ പറയുന്നത്. അവിടെ എന്തുകൊണ്ടാണ് ഇത്രമാത്രം പേഷ്യൻസ് അവിടെ മരിച്ചത്? നമുക്കത് നിലനിർത്താൻ കഴിഞ്ഞത് ഇവിടുത്തെ ആരോഗ്യരംഗത്തെ ഏറ്റവും വലിയ ഉന്നതിയല്ലേ? ശൈല ടീച്ചറെ കാര്യം പറഞ്ഞല്ലോ. അന്ന് ശൈല ടീച്ചറെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നത് വേറെ രീതിയിലായിരുന്നു. ഇത്ര ഉയർന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മന്ത്രിമാർക്ക് എന്തിനു വിദേശത്തേക്ക് ചികിത്സയ്ക്ക് പോകേണ്ട കാര്യം? കേരളത്തിന്റെ ആരോഗ്യരംഗം പിടിച്ചു നിർത്തുന്നത്, കേരളത്തിന്റെ ആരോഗ്യം പിടിച്ചു അങ്ങനെ അവകാശപ്പെടുകയാണെങ്കിൽ ഇവിടെ ചികിത്സിക്കണം. ഇപ്പൊ നമ്മുടെ അമ്മാടത്തുള്ള കുടുംബാരോഗ്യ കേന്ദ്രം കെടുത്തി ചികിത്സ എല്ലാ ആസ്പത്രിയിലും പഞ്ചായത്തിൽ കിട്ടില്ല. അതറിയാതെ ഉണ്ടാക്കണമെന്ന് അത് ഭാവിയിൽ കൊണ്ടുവരും, അത്രേ പറയാൻ പറ്റും.
കിടത്തി ചികിത്സ തൊട്ടപ്പുറത്ത് ആലപ്പാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഉണ്ട്, ചേർപ്പിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഉണ്ട്. കിടത്തി ചികിത്സയല്ല ഞാൻ പറഞ്ഞത്. കേരളത്തില് ഇവര് 2010 മുതൽ 15 വരെ ഭരിച്ചു. എന്തായിരുന്നു അന്നത്തെ, ഇപ്പോഴത്തെ ക്ലിപ്പിംഗ്സ് ഒക്കെ നമ്മൾ അന്നത്തെ എടുത്ത് നോക്കിയാൽ ആരോഗ്യരംഗത്ത് എന്തായിരുന്നു? ഞാൻ ഇപ്പോൾ വേണം കാണിച്ചു തരാമെന്ന് അന്നത്തെ ആരോഗ്യരംഗത്തെ കാര്യങ്ങൾ. ഇനി അത് കഴിഞ്ഞു 2010 മുതൽ 15 വരെ നമ്മുടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് പാർലം ഗ്രാമപഞ്ചായത്ത് ഭരിച്ചത്. അന്നത്തെ ആസ്പത്രിയിൽ, അമ്മാടത്തെ ആസ്പത്രിയിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഒരു ഡോക്ടർ ഉച്ചവരെ രോഗികളെ ശുശ്രൂഷിക്കില്ല. അതിനുശേഷം കുടുംബാരോഗ്യ കേന്ദ്രമാക്കി. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ സർക്കാർ കുടുംബാരോഗ്യ കേന്ദ്രമാക്കിയപ്പോൾ 2 ഡോക്ടർ PSC വെച്ചു, ഒരു ഡോക്ടറെ പഞ്ചായത്തും വെച്ചു. അപ്പോൾ എത്ര ഡോക്ടർ ഉണ്ടെന്ന് അറിയാം? അതിൻ്റെ ശമ്പളം കൊടുക്കുന്നത് പഞ്ചായത്താണ്. 3 ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തുകയാണ്. എത്ര സമയം? ഉച്ചതിരിഞ്ഞ് 6 മണി വരെ അതിൻ്റെ സേവനം കൊടുക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ആരോഗ്യം വന്നപ്പോൾ 2 ഡോക്ടേഴ്സ് ഉണ്ടായുള്ളെങ്കിലും അന്ന് രാത്രി ചികിത്സയും കൂടി അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ 5 വർഷം ഭരിച്ചിരുന്നപ്പോൾ പകലൊരു ഡോക്ടർ വൈകിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സംവിധാനം ഇല്ല. ചിലപ്പോൾ ഡോക്ടേഴ്സിന് കിട്ടാനുള്ള ബുദ്ധിമുട്ടൊക്കെ. പക്ഷേ നമ്മുടെ എന്താണെന്നറിയോ, ഈ രാത്രിയാണ് നമുക്ക് ഏറ്റവും ആവശ്യം. ഒരു ഡോക്ടർ ഉണ്ടാവേണ്ടത് ഒരു ആരോഗ്യ രംഗത്ത് ഏറ്റവും പ്രതിസന്ധിയുള്ള സമയം രാത്രിയാണ്. രാത്രി പെട്ടെന്ന് ഒരു സാധാരണക്കാരന് എന്തെങ്കിലും സംഭവിച്ചാൽ തൃശ്ശൂർക്ക് പോകണം, അല്ലെങ്കിൽ ചേർപ്പിൽ വന്നാൽ ഈ സൗകര്യം ഇല്ല. അപ്പോൾ മെഡിക്കൽ കോളേജിൽ പോകണം. അവിടെ എത്തുന്നതിന് മുമ്പ് ആളുടെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഒരു ഫ്രണ്ട്ലി ടോക്കിൽ പറയാണ്, നമ്മുടെ പഞ്ചായത്തിൽ ആരോഗ്യരംഗത്ത് പകലൊരു ഡോക്ടറോ 2 ഡോക്ടറോ ഉണ്ടാകുന്നു. ഓക്കെ, വൈകിട്ട് കൂടി സംവിധാനം വൈകിട്ട് അതിൻ്റെ ഇതൊരു മാനുഷികമായ പ്രശ്നമായിട്ട് ഞാൻ കാണുന്നു. അതിനുള്ള ഭൗതിക സാഹചര്യം അവിടെ ഉണ്ട്, ഹോസ്പിറ്റലിൽ സൗകര്യങ്ങളുണ്ട്. പിന്നെ എല്ലാ ടെസ്റ്റുകളും ചെറിയ നിരക്കിൽ 5 രൂപ 2 രൂപ അങ്ങനത്തെയൊക്കെ നിരക്കിൽ ലാബ് ടെസ്റ്റുകൾ, ECG, ഇതൊക്കെ ഏത് പഞ്ചായത്തിലാണ് ഇതുപോലത്തെ സൗകര്യങ്ങൾ ഉണ്ടാവുക? എല്ലാ പഞ്ചായത്തിലെ ആസ്പത്രിയും കുടുംബാരോഗ്യ കേന്ദ്രമാക്കിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ 3 അവാർഡുകൾ ദേശീയ സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും അതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെയും നമ്മുടെ പഞ്ചായത്തിലേക്ക് വരണത്? അതതിൻ്റെ റേറ്റിംഗിൽ മാറ്റം വന്നതുകൊണ്ടല്ലേ? നല്ല ഡോക്ടേഴ്സും നല്ല ടീമും ഉണ്ടെങ്കിൽ അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി തൃശ്ശൂർ ജില്ലയിൽ ഈ ആരോഗ്യരംഗത്ത് ഏറ്റവും അധികം ഫണ്ടിങ് നടത്തുന്നത് പാർല ഗ്രാമപഞ്ചായത്താണ്. വെറുതെയല്ല ഈ അവാർഡുകൾ വരുന്നത്. ഈ അവാർഡുകൾ വരുന്നതിൽ വാർഷിക പദ്ധതിയിൽ സർക്കാരുകളാവുമ്പോൾ അവാർഡുകൾ കൊടുക്കും. അതത്രയുള്ള ഓരോ സർക്കാർ ഓരോ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് കൊടുക്കും. എന്തുകൊണ്ട് ചേർപ്പ് പഞ്ചായത്തിന് ഈ അവാർഡ് ഒന്നും കിട്ടില്ല? എന്തുകൊണ്ട് അവണിശ്ശേരി പഞ്ചായത്തിന് ഈ അവാർഡ് ഒന്നും കിട്ടുന്നില്ല? അല്ല, അത് ഞാൻ പറഞ്ഞത്. ഈ 2 ചോദ്യം. ഈ അവാർഡിന് കിട്ടുന്നതിന് അതിൻ്റെ ഒരു സിസ്റ്റം ഉണ്ട്. അത് ക്ലിയറായി ചെയ്യുന്ന പഞ്ചായത്തിനെ കിട്ടുള്ളൂ. ചിലർ മെനക്കെടില്ല. പാർലത്ത് അതിന് വെറുതെ അവാർഡ് കിട്ടണമെങ്കിൽ അതിനാവശ്യമായ കൃത്യത. ഞാൻ പറഞ്ഞത് ഒരു അവാർഡിന്റെ തിളക്കം പറയാൻ വേണ്ടി സാധാരണ ജനങ്ങൾക്ക് നിൽക്കാം. അവരുടെ ആവശ്യങ്ങൾക്ക് നിലനിൽക്കുമ്പോഴാണ് ഒരു പഞ്ചായത്ത് ഭരണ കൂടുതൽ മികവിലേക്ക്. മാഷ് പറഞ്ഞ പോലെ ഒരു ഡോക്ടറുടെ സേവനം അല്ലെങ്കിൽ അതിലെ നഴ്സുമാരുടെ സേവനത്തെക്കാൾ ഉപരിയായി അവർ ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഘടകം എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ആ സ്ഥാപനങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് വരുന്നത്. അതുകൊണ്ട് എന്നൊരു ചോദ്യത്തിലെ മറുചോദ്യമാണ് അവരുടെ സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് ഇല്ലാതാവുമ്പോഴാണ് ഞാൻ വേറൊരു ഉദാഹരണം പറയാം. പാർല ഗ്രാമപഞ്ചായത്തിലെ ഏക സർക്കാർ വിദ്യാലയമാണ്. അവിടെ പ്രഭാത ഭക്ഷണം കൊടുക്കുന്നുണ്ടെന്നറിയാം. പ്രഭാത ഭക്ഷണത്തിന് വാർഷിക പദ്ധതിയിൽ വെച്ചപ്പോൾ UDFും കോൺഗ്രസും കളിയാക്കുക ചെയ്തത്. നേരത്തെ പെൻഷൻ കൊടുത്തപ്പോൾ പ്രത്യുൽപാദനപരമല്ല എന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞോണം. ഇപ്പം ഈ കുട്ടികളൊക്കെ രാവിലെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചല്ലേ പറഞ്ഞത്. എന്തിനാ അവർക്ക് പ്രഭാത ഭക്ഷണം? അവിടെയൊക്കെ വരുന്ന കുട്ടികൾ, അച്ഛനമ്മമാർ, കൂലിപ്പണിക്കാർ, അവർ 6 മണിക്കും 5 മണിക്കും പുലർച്ചെ പോകുന്നവരാണ്. ഒന്നും കഴിക്കാതെ വരുന്ന കുട്ടികളാണ്. ഇപ്പം അവർ വന്ന് ഈ ഭക്ഷണത്തിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോഴത്തെ അവരുടെ ഒരു പുഞ്ചിരി കണ്ടാൽ, ജോബിയൊക്കെ ഇടയ്ക്ക് ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. അത് തൃശ്ശൂർ ജില്ലയിൽ 2 പഞ്ചായത്തിലുള്ളൂ. ആ സപ്പോർട്ട് കൊടുക്കാൻ പഞ്ചായത്തുണ്ട്. അമ്മാടം എന്ന് പറയുന്ന പ്രദേശം 52 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിദ്യാലയത്തിൽ 1 മാസക്കാലം കഞ്ഞിയും അതുപോലെ കൊള്ളിയും കൊടുത്ത അന്നത്തെ ഒരു വിദ്യാർത്ഥി സ്കൂൾ ലീഡറായിരുന്ന ആളാണ് ഞാൻ. ഇവർക്ക് അവരുടെ ചേട്ടന്മാർക്ക് അറിയാം എത്ര പോലെ 52 വർഷം മുമ്പ് കേരളത്തിൽ 1 മാസക്കാലം ഉച്ചക്കഞ്ഞിയും കൊള്ളിയും പുഴുങ്ങിയത് കൊടുത്ത ഒരാളാണ്. എന്ന് വെച്ചാൽ അമ്മാട് അതിൻ്റെ ഒരു
അതിനൊക്കെ ഒരു പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രദേശമാണ്. ഇവർ കൊടുത്തു കഴിഞ്ഞാൽ നല്ല അഭിപ്രായം തന്നെ നല്ല അതല്ല അത് ഞാൻ പറഞ്ഞു അതാണ് തുടക്കം. ഞാൻ പറഞ്ഞു വന്നത് നല്ല തുടക്കമാണത്. പക്ഷേ ഇവിടെ പറഞ്ഞ പോലെ ഏറ്റവും ലേറ്റസ്റ്റ് ഉണ്ടായ കെട്ടിടവും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അത് ഞാനിപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ നിലനിൽക്കുന്നുണ്ട്. അത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത്രയും വലിയ ഒരു എമൗണ്ട് അവിടെ ചിലവായിട്ടുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ അത് അവർ പരിശോധിക്കട്ടെ. നമുക്ക് അതിനെക്കുറിച്ച് എനിക്ക് അതിന് ആരോപണമായിട്ടൊന്നും ഞാൻ പറയുന്നത് അത് പരിശോധിച്ചോട്ടെ. PWD ആണ് അവിടെ കെട്ടിടം പണിതിട്ടുള്ളത്. PWDയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കണ്ടാൽ കൃത്യമായ ഡാറ്റ കിട്ടും. SSK കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട്. SSKയുടെ ജില്ലാ ഓഫീസ് മോഡൽ ബോയ്സിലാണ് തൃശ്ശൂർ. അവിടെ ചെന്നാൽ അതിന്റെ പ്രോജക്റ്റ് ഓഫീസർ കണ്ടാൽ എങ്ങനെയാണ് ഈ പൈസ ചെലവഴിച്ചതെന്ന് കൃത്യമായി കിട്ടും. ഇതിൽ ഒറ്റ കാര്യം കൂടി ഇരിക്കുന്നു. ഇപ്പോൾ അവിടെ മാലിന്യം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്നതിന് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു വീട് ഏറ്റവും കൂടുതൽ വീട്ടുനികുതി കൊടുക്കുന്നത് ഒരു 300 രൂപ 400 രൂപ 500 രൂപ. പക്ഷെ ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് കുപ്പികൾ ഉണ്ടെങ്കിൽ കഴുകി കൊടുക്കണം, അവരല്ലെങ്കിൽ എടുക്കില്ല. അവർക്ക് ഒരു മാസം അവർ വന്നു പോണതിന് 50 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഒരു മാസം ഒരു വർഷം 600 രൂപ. അതായത് വീട് നികുതി കൊടുക്കുന്നതിനേക്കാളും വലിയൊരു തുക ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കും. ഇത് ജനങ്ങളുടെ ഇടയിൽ വലിയ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം പല വീടുകളും തമ്മിൽ തർക്കത്തിലാണ്. ഞാൻ പറഞ്ഞാൽ അത് വേണ്ടെന്നല്ല, പക്ഷെ അത് നമുക്ക് പഞ്ചായത്തിൻ്റെ ഒരു ഓൺ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇതൊരു സൗജന്യമായിട്ട് ചെയ്യാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി ഒരു മാലിന്യ ഇല്ലാതാക്കുന്ന ഒരു പഞ്ചായത്തായി മാറ്റുന്നതിന് വേണ്ടി ഈ പണം ഇപ്പോൾ എന്നോട് ഇന്നലെ പറഞ്ഞ ഒരു ആരോപണം ഒരു വീട്ടുകാർ വന്ന് ചോദിച്ചത്, ജയിക്കപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചു. ആൾ പറഞ്ഞത് എന്ന് വെച്ചാൽ ഞാൻ വീട്ടു നികുതി കൊടുക്കുന്നത് 300 രൂപ, പക്ഷേ ഞാനൊരു മാസം ഒരു വർഷം 600 രൂപ ഈ മലിനീകരണ കുപ്പി കൊടുക്കുന്നതിന് വേണം. അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റും? എനിക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് അത് പഞ്ചായത്തുകാരെ ആലോചിക്കണം. ചില കടകളുണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറവാണ്. അവിടെ നിന്നൊക്കെ ഒരു ബലപ്രയോഗം എന്ന രീതിയിൽ ആ പൈസ വാങ്ങിക്കലൊക്കെ കുറയ്ക്കാം. ഞാൻ പറഞ്ഞുതരാം. വീടുകളിൽ മാലിന്യ മുക്ത കേരളം എന്നത് സർക്കാരിൻ്റെ ലക്ഷ്യമാണ്. ആ മാലിന്യമുക്ത കേരളത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. എത്ര ടൺ പ്ലാസ്റ്റിക് നമ്മുടെ പഞ്ചായത്തുകളിൽ നിന്ന് ഓരോ മാസവും ഓരോ വർഷവും കൊണ്ടുപോകുന്നുണ്ടെന്നറിയൂ. അത് അവിടെ ഇരുന്ന് കത്തിച്ചാലത്തൊരവസ്ഥ എന്താവും? അപ്പോൾ അതിനിറങ്ങുന്ന ചേച്ചിമാരുണ്ട്, അവർക്കൊരു നിത്യോപയോഗ സാധനങ്ങൾ മേടിക്കാനുള്ളൊരു പൈസയെങ്കിലും അവർക്കും വേണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫീസ് വെച്ചിട്ടുള്ളത്. നമുക്ക് ബ്രഹ്മപുരമൊക്കെ നമ്മുടെ മനസ്സിലുള്ളതല്ലേ? എനിക്ക് എന്തറിയോ അവർക്ക് കൊടുക്ക അല്ല ഇതിൽ ഒറ്റ കാര്യമുള്ളൂ. അല്ല അത് ചെയ്യുമ്പോൾ അതിനുള്ളൊരു പ്ലാൻ ഫണ്ടിൽ നമ്മുടെ ഫണ്ടിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്യാവുന്ന ഒരു സംവിധാനം ചെയ്താൽ ചില ആളുകൾക്ക് ഉണ്ടാക്കുന്ന ഒരു നിസ്സാരമായ ഒരു കുപ്പി കൊടുക്കുന്നതിന് 50 രൂപ മാസം കൊടുക്കണം എന്ന് പറയുന്ന സാധാരണക്കാർ അത് ഒഴിവാക്കാൻ പറ്റില്ല. ഞങ്ങളുടെ പഞ്ചായത്ത് നമ്മുടെ LDF ഭരണസമിതി അധികാരത്തിൽ വന്നാൽ ഞാൻ എൻ്റെ വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് നമ്മുടെ കുടുംബശ്രീ ചേച്ചിമാരും അതുപോലെ തൊഴിലുറപ്പ് ചേച്ചിമാരുടെ സഹായത്തിൽ പൂത്രയ്ക്കൽ പാടം ഓണക്കാലത്ത് സുഗന്ധപൂരിതമാക്കാറുണ്ട്. കഴിഞ്ഞ 5 വർഷം ചെയ്തു കണ്ടു. തീർച്ചയായിട്ടും ഇത് ചെറിയൊരു എമൗണ്ട് നമ്മൾ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അതിന് പഞ്ചായത്തിൽ നിന്ന് ഫണ്ടൊന്നുമില്ല. ആ രീതിയിൽ പാടശേഖരങ്ങളുടെ പാതയോരങ്ങൾ അതുപോലെ നല്ല വീതിയുള്ള പ്രദേശങ്ങൾ മിനി പാർക്കുകൾ സ്ഥാപിക്കണം എന്നാണ് പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത്. പൂത്രയ്ക്കൽ പാടം തന്നെയല്ല പ്രാവർത്തികമാക്കുന്ന ആദ്യഘട്ടം. ഞാൻ തിരികെ രണ്ടുപേരോട് ചോദിക്കുകയാണ്. ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് നിങ്ങൾ ആരോപിക്കുന്ന ആരോപണം പ്രതിപക്ഷമില്ല എങ്കിൽ പോലും എത്ര സമരങ്ങൾ അല്ലെങ്കിൽ എത്ര പ്രതിഷേധങ്ങൾ ഭരണസമിതിക്കെതിരെ നടത്തിയിട്ടുണ്ട്? വിരലിലെണ്ണാവുന്നുള്ളൂ. BJPയുടെ സമര പരിപാടികൾ നിരവധി നടന്നിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി റോഡുമായി ബന്ധപ്പെട്ട് വെങ്ങണിശ്ശേരി കോടന്നൂർ റോഡുമായി ബന്ധപ്പെട്ടുള്ളത് ഫുള്ള് കണക്ടിവിറ്റി റോഡ് ഫുള്ളും നമ്മുടെ ശാസ്താംകടവ് റോഡിൽ നിരന്തരമായ ഒരു സമരമൊന്നും ഈ നടത്തിയിട്ടില്ല. അപ്പൊ അതിനനുസരിച്ച് എന്റെ ജോബിയെ ഞങ്ങൾ പറഞ്ഞല്ലോ 15 ഭരണസമിതി അംഗങ്ങളുണ്ട്. 15 ഭരണസമിതി അംഗങ്ങളിൽ 9 പേര് ഇടതുപക്ഷം, 3 പേര് BJP, 3 പേര് UDF. തികഞ്ഞ സംതൃപ്തിയിലാണ് അവരും ഈ ഭരണം കഴിഞ്ഞ് പോയേക്കുന്നത്. എന്താ അങ്ങനെ ഒരു ഒച്ചപ്പാടോ ഒരു ബഡ്ജറ്റ് ഉപരോധമോ ഒരുവിധ സമരങ്ങളും ഈ പാർലം ഗ്രാമപഞ്ചായത്തിൽ മാഷ് പറയുന്നതിനോട് നമ്മൾ പറയണം. പക്ഷേ
കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേരള ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിലുള്ള ഫണ്ട് പോലും ഇവർക്ക് യഥാർത്ഥത്തിൽ കിട്ടുന്നുണ്ടോ? അത് കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ? കാലാവധി കഴിഞ്ഞ് ലാപ്സായി പോകുന്നുണ്ടോ? അത്തരം സാഹചര്യങ്ങളും കൂടി ഒന്ന് വിലയിരുത്തുന്ന ഓക്കെ. 2025-26 ബഡ്ജറ്റ് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് നടന്നത്. സാധാരണ രീതിയിൽ ആ ബഡ്ജറ്റൊക്കെ കഴിഞ്ഞ് റോഡ് പണി, അതുപോലെയുള്ള ഗുണഭോക്താക്കൾക്കുള്ള വിഹിതങ്ങൾ കൊടുക്കൽ, ഉപകരണങ്ങൾ കൊടുക്കൽ, അതൊക്കെ ചെയ്തു വരാറുള്ളത് ഒരു പരമ്പരാഗത രീതി വെച്ച് ജനുവരി, ഫെബ്രുവരി, മാർച്ചിലാണ്. അതാണ് ഈ മാർച്ച് എൻഡ് ആകുമ്പോഴേക്കും ഇത് കഴിക്കുക. ഈ വർഷം ഈ പറഞ്ഞ റോഡ് പണികൾ ഒരു 90% റോഡ് പണികൾ ഈ വർഷം വെച്ച പൈസ ചെലവഴിച്ചു കഴിഞ്ഞു. അതൊരു വലിയ വിജയമല്ലേ? 23 പുതിയ റോഡുകൾ ഞങ്ങളുടെ ഭരണസമിതി 5 വർഷം കൊണ്ട് പുതിയത് സാധിക്കും. മണ്ണിട്ട റോഡ് 23 അതിലൊരു ലൈഫ് പദ്ധതിയിൽ 191 പേർക്ക് അതിലുള്ള വീടുകൾ. എന്നിട്ടും സ്പിൽ ഓവർ 1 കോടി രൂപ ഉണ്ട്. ഇതൊക്കെ ചെയ്തെങ്കിലും സ്പിൽ ഓവർ 1 കോടി രൂപ സ്പിൽ ഓവർ ഇപ്പോഴും വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ ആ ഫണ്ട് കൂടെ ചെലവഴിക്കാമായിരുന്നു. പല മേഖലയിൽ അതും വിട്ടുപോയിട്ടുണ്ട്. ഞാൻ പറയാം, ഈ റോഡുകളുടെ പണി ഇപ്പോൾ ജെയിംസ് മാഷ് ഈ വർഷം വളരെ നന്നായി വളർന്നായിരുന്നു. ഇപ്പോഴാണ് പല റോഡുകളും ടാർ ചെയ്യുന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ടാർ ചെയ്യുന്നുണ്ട്. ഇപ്പം ചേനത്തായാലും ഈ അമ്മാടത്തായാലും മാസ്റ്റർ വാർഡിലായാലും ഒക്കെ ഇപ്പൊ റോഡ് കാലാവസ്ഥ ഞാൻ പറയുന്നത് ഇത് നിങ്ങൾ അതൊക്കെ എനിക്ക് പറയാം. മഴക്കാലത്ത് ആയതുകൊണ്ട് അത് നടന്നത്. ഇതേ സമയം ഇപ്പോഴും മഴയുണ്ടല്ലോ. പക്ഷേ അല്ലല്ല, സെപ്റ്റംബർ മാസം വരെ ഒരു റോഡും പണിയാൻ സർക്കാരിന്റെ അനുമതിയില്ല. വേറൊന്നുമില്ല, മഴക്കാലാണ്. ആ മഴക്കാലത്ത് റോഡ് പണിയാൻ പറ്റും. ഇപ്പൊ തെരഞ്ഞെടുപ്പായപ്പോ എല്ലാ വാർഡിലെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഞാൻ മുന്നോട്ട് വരുന്നു. ഭാരതീയ ജനതാ പാർട്ടിയോടാണ് 2025-26 തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് വെക്കുമ്പോൾ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ പടക്കളത്തിലേക്ക് ഇറക്കിയിട്ടുണ്ട്. എന്താണ് ജനങ്ങൾക്ക് കൊടുക്കുന്ന ആശയം? വികസനം എന്നതാണ് ഒറ്റ വാക്കിൽ പറയാൻ. വികസനം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് നോട്ട് ചെയ്ത് കൊണ്ടിട്ടുള്ള അതിവിടെ പറയാം. ക്ഷീര കർഷകർക്ക് സബ്സിഡിയായും കുറഞ്ഞ പലിശ വായ്പയായിട്ട് നമ്മൾ കൊടുക്കാൻ ഒരു തീരുമാനമാണ് ഉദ്ദേശിക്കുന്നത്. യുവാക്കൾക്കായിട്ടൊരു ഇൻഡോർ സ്റ്റേഡിയം, ഹെൽത്ത് സെൻ്ററിൽ 24 മണിക്കൂറും കിടത്തി ചികിത്സാ സൗകര്യം. അത് സർക്കാർ എന്നുള്ള സംഭവമുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വലിയ ഇടപെടൽ ഇതിലുണ്ടാവണം. എങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. മാലിന്യ സംസ്കരണത്തിനുള്ള ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കും. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുപോകാതെ നമ്മളവിടെ എങ്ങനെ ചെയ്യാം, നമ്മുടെ നാട്ടിൽ ഏത് രീതിയിൽ അതിനെ ചെയ്യാൻ പറ്റും എന്നുള്ളതുണ്ട്. ABC ഫണ്ടുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ തെരുവ് നായ ശല്യത്തിന് ഒരു അറുതി വരുത്താനായിട്ട് നമ്മൾ ശ്രമിക്കും. തെരുവ് വിളക്കുകൾ സ്ഥാപിക്കൽ മാത്രമല്ല, അതിനെ പരിപാലിച്ച് കൃത്യമായ രീതിയിൽ പോരാത്ത സ്ഥലങ്ങളിലൊക്കെ വെക്കാനൊക്കെ ആയിട്ട് നമ്മൾ നോക്കാൻ സാധിക്കുന്നുണ്ട്. ഈ കോൾപ്പടവുകളുടെ ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട് അവരെ സംരക്ഷിക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യത വരുത്തും. കുറച്ചുകൂടെ കൃഷിക്ക് അനുയോജ്യമായ രീതിയിലുള്ള പ്രവർത്തനം നടത്തും. ഒരു പൊതു വൈഫൈ സംവിധാനം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് പഞ്ചായത്തിൽ. ഗ്രാമീണ തലത്തിൽ ടൂറിസം, കേന്ദ്ര ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട് ഒരു ഗ്രാമീണ ടൂറിസം പദ്ധതി കൊണ്ടുവരാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ലഹരിക്ക് അടിമയായിട്ടുള്ള യുവാക്കൾക്ക് കൗൺസിലിങ്ങും പുനരധിവാസവും നമ്മൾ അങ്ങനൊരു പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള നിരവധി പ്ലാനാണ് ഭാരതീയ ജനതാ പാർട്ടി വരുന്നത്. എത്രത്തോളം വേരോട്ടമുണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് പാർലമെന്റ്? ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് വലിയ വേരോട്ടമായിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ എത്ര സീറ്റ് കിട്ടും നിങ്ങൾ ഇപ്പോൾ പറയുന്നില്ല. അത് ഞങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തനത്തിൽ നിലവിൽ 3 സീറ്റ് കിട്ടിയ നിങ്ങളുടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ വർഷത്തെ തെരഞ്ഞെടുപ്പ്, ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിനെ ഒരു വ്യക്തമായ ഒരു സീറ്റിന്റെ ഒരു നിലവാരം വ്യക്തമായ ഒരു പദ്ധതി ഇല്ലേ? ഞങ്ങൾ 11 സീറ്റാണ് കണക്കാക്കില്ല. ഞങ്ങൾ തുറന്നു പറയാൻ പാടില്ലാത്തത് കൊണ്ടാണ്. 11 സീറ്റാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. 7 സീറ്റ് കോൺഗ്രസ് അല്ല, 11 സീറ്റാണ് ഞങ്ങളുടെ കണക്കിൽ. അത് കിട്ടും, കാണാം നമുക്ക്. 13 അറിയാം. ആ പ്ലാനിലാണ് ഞങ്ങളുടെ വർക്ക് കയറിയിട്ടുള്ളത്. അടിയൊഴുക്കുകളല്ല, നമ്മൾ അടിസ്ഥാന പ്രവർത്തനം ചെയ്ത ഞങ്ങളുടെ അടിസ്ഥാന പ്രവർത്തനം 1.5 വർഷം മുന്നേ പ്ലാൻ ചെയ്ത വർക്ക് വെച്ചിട്ടാണ് നിങ്ങൾ പറയുന്നത്. ആത്മവിശ്വാസമാണ് ഞങ്ങൾക്ക്. ഉറപ്പായി UDF-ന്റെ ഞങ്ങൾ സ്നേഹനിലയ്ക്ക് ചോദിക്കുകയാണ്. നമ്മൾ 3 പേര് സുഹൃത്തുക്കളാണ്, നിരന്തരം കാണുന്ന ആളുകൾ. കോൺഗ്രസ് പാർലമെന്റ് പരാജിതമാണോ? അല്ല.
ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പൊതുവെ കേൾക്കുന്ന ശബ്ദങ്ങൾ വെറും ആ ശബ്ദമായിട്ട് യാതൊരു ബന്ധവുമില്ല അവിടുത്തെ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സ് തുറന്ന് പറയണത്. ഞാനൊരു ചർച്ച ചെയ്തുകൊണ്ട് നല്ല മനസ്സ് തുറന്നു. ഞാൻ വെറുതെ നടക്കാത്ത കാര്യങ്ങൾ കുറേ ഇവിടെ പറഞ്ഞ് നാളെ അങ്ങനെ പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. എൻ്റെ മനസ്സിലുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ മനസ്സിലുള്ള ഒരു പ്രധാന കാര്യം തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് ഒരാശ്രയം ഉണ്ടാകുന്ന എന്തെങ്കിലും നല്ല പദ്ധതികൾക്ക് കേരള ഗവൺമെൻറ്റിൻ്റെയും പഞ്ചായത്തിൻ്റെയും സഹായത്തോടു കൂടി ഒരു സ്ഥാപനം അവിടെ വരണം എന്നുള്ളതാണ്. അതിനാവശ്യമായ സ്ഥലം കണ്ടെത്തി അത്തരത്തിലുള്ള സ്ഥാപനം തുടങ്ങണം എന്നുള്ളതാണ്. രണ്ടാമത്തെ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ഏറ്റവും അധികം കർഷകർ തിങ്ങിപ്പാർക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കർഷകരെയാണ്. കർഷകർക്ക് അവരുടെ നെല്ല് ഉൽപ്പാദനം നടത്താൻ ആവശ്യമായ സഹായങ്ങൾ ചെയ്യുക മാത്രമല്ല, അവരുടെ നെല്ല് ഉൽപ്പാദനം വിപണനം നടത്താനുള്ള സൗകര്യം കൂടി ഉണ്ടാക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ നിലനിന്നിരുന്ന നമ്മുടെ പഴയ കാലത്തെ കുടിൽ വ്യവസായങ്ങൾ, അതുപോലെ തന്നെ അവിടെ ഏറ്റവും അധികം നന്നായി പഞ്ചായത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫർണിച്ചർ രംഗവും അതുപോലെ തന്നെ സ്വർണ്ണപ്പണിയാണ്. സ്വർണ്ണപ്പണിയും ഫർണിച്ചറുമാണ് ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഇതിനിടയിൽ കയറി പറഞ്ഞോട്ടെ. ഞാൻ ജെയിംസ് മാസ്റ്റർ ഇത്രയൊക്കെ പറഞ്ഞു. 1.5 വർഷം മുന്നേ പൊളിച്ചിട്ട പഞ്ചായത്ത് കെട്ടിടം എന്തുകൊണ്ട് ഇത്ര നാൾ വൈകിക്കുന്നു? അത് പൊളിച്ച് ഇത്രയും ജനങ്ങളെ ദുരിതത്തിലെത്തിക്കണോ? അതായത് ഇപ്പോൾ മന്നാരന്തോടിൻ്റെ ആ പരിസരത്തേക്കാണ് ആ ഓഫീസ് മാറ്റിയിട്ടുള്ളത്. ഒരു 2 മാസം 3 മാസം. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു അതായത് വിപണന രംഗം കണ്ടുവച്ച് അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഈ സ്വർണവും കുടിൽ വ്യവസായവും ഡെവലപ്പ് ചെയ്താൽ നമ്മുടെ സാമ്പത്തിക രംഗം കുറച്ച് നന്നായി രക്ഷപ്പെടാനുണ്ടാകും. പിന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ക്ഷീരസംഘങ്ങൾ, ഇപ്പോൾ അവിടെ നല്ല 2-3 ക്ഷീരസംഘങ്ങളുണ്ട്. അവിടെ ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അത്തരം ക്ഷീരസംഘങ്ങൾക്ക് ആവശ്യമായ മൃഗങ്ങളെ അല്ലെങ്കിൽ അതിൻ്റെ അത്തരം നല്ല ഉൽപ്പാദനശേഷിയുള്ള മൃഗങ്ങളെ കൊടുക്കാനായിട്ട് നല്ല എരുമേനെയും നല്ല പശുവിനെയൊക്കെ കൊടുക്കാവുന്ന ഒരു സംവിധാനം ഉണ്ടാകുകയും ഏറ്റവും അധികം പാല് കിട്ടുകയും ഒക്കെ ചെയ്യുന്ന രീതിയിൽ ഉള്ള പശുക്കളെയോ എരുമകളെയോ കൊണ്ടുവന്ന് ഒരു എന്താ പറയുക ഒരു ബിസിനസ്, ഒരു വാണിജ്യ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന് സ്വയം തൊഴിൽ എന്ന രീതിയിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാനും അത് ഈ സംഘങ്ങൾ കൂടി അവർക്ക് പാൽ ഉൽപ്പാദിച്ച് രക്ഷപ്പെടാനായിട്ട് അതുണ്ട്. പിന്നെ എൻ്റെ ഈ പരിസര മലിനീകരണം ഇപ്പോഴും വളരെ കൂടുതലാണ്. അല്ല ഞാൻ പറഞ്ഞ കുറച്ചും കൂടി അതൊന്ന് ക്ലിയർ ആയിക്കൂടെ. നമ്മൾ വേറെ സ്ഥലങ്ങളിൽ പോകുമ്പോഴാണ് ഇതിൻ്റെ പ്രത്യേകത കാണുന്നത്. ഈ അസുഖങ്ങൾ ഇപ്പോൾ മാരകമായ രോഗങ്ങൾ വരുന്നത് ഇതുപോലെയുള്ള പരിസര മലിനീകരണത്തിൻ്റെ കൊണ്ട് മാത്രമാണ്. അത് നമുക്ക് അതാണ് ഒരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം. അതായത് പരിസര മലിനീകരണം പൂർണ്ണമായും നമുക്ക് ഇല്ലാതെ UDF ഈ ഒരു തെരഞ്ഞെടുപ്പിനെ പ്രതിദാനം ചെയ്യുമ്പോൾ ഒരു ഘടകം എന്താണ്? അതായത് ഒരു പോസിറ്റീവ് എനർജി എന്താ കിട്ടുന്നത്? പോസിറ്റീവ് എനർജി കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു ജനവികാരം, കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ജനവികാരം. ഇപ്പോൾ ഏറ്റവും അവസാനമുണ്ടായ ഒരു കാര്യം ശബരിമല ഇഷ്യൂ. ശബരിമലയിലെ അയ്യപ്പൻ എന്ന് പറയുന്ന ദൈവത്തെ, ഈശ്വരന് തുല്യമായ അയ്യപ്പൻ്റെ വിഗ്രഹം പോലും മോഷ്ടിക്കാവുന്ന രീതിയിൽ ദ്വാരകപാലകം കൊണ്ടുപോയത് ജനങ്ങളുടെ മനസ്സിൽ വലിയ വേദന ഉണ്ടായിട്ടുണ്ട്. അതിൽ അത് വോട്ടായിട്ട് മാറും, ഒരു സംശയം നമുക്ക് വേണ്ട. ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന വലിയൊരു വിഭാഗം, ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ, നല്ലൊരു വിഭാഗം ആളുകളിൽ ഗവൺമെൻറ് അത് ചെയ്ത ആളുകൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസ്ഥാനങ്ങളുടെ ഉയർന്ന ആളുകളാണ്. സ്വാഭാവികമാണ് നമ്മുടെ ഉണ്ടായാലും അതുണ്ടാവും. കേന്ദ്രത്തിലുണ്ടാകുന്നതിന് കേന്ദ്ര ഗവൺമെൻറ്റിന് എതിരായിട്ടുള്ളത് ഈ വോട്ട് ചേരിയും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനും കോടതിയും ഉണ്ടായാൽ ഞങ്ങൾക്ക് അധികാരത്തിൽ വരാൻ കഴിയുമെന്നൊരു തോന്നൽ ജനങ്ങളുടെ മനസ്സിലുണ്ടായി. അത് ഞാനിപ്പോൾ ഇവരുണ്ടാക്കുന്നത് ജനങ്ങളുടെ മനസ്സിൽ ഇലക്ഷൻ കമ്മീഷനും കോടതിയും ഉണ്ടായാൽ നമുക്കിവിടെ ഭരണം കിട്ടും എന്നൊരു തോന്നൽ, ഞാനതിപ്പോൾ എൻ്റെ ഒരു വിലയിരുത്തലാണ്, അങ്ങനെ ഒരു തോന്നലുണ്ടായിട്ടുണ്ട്. അതും ഒരു അങ്ങനെയാണെങ്കിൽ പാർലത്ത് അങ്ങ് സൂചിപ്പിക്കുന്ന അങ്ങ് കൃത്യമായി കണക്കുകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. കണക്കുകൾ കൃത്യമായി കൂട്ടി കുറച്ച് എവിടെയെല്ലാം വോട്ട് ശതമാനം കൃത്യമായെന്ന് പഠിക്കുന്ന ഒരു DCC റാങ്ക് എന്ന നിലയ്ക്ക് ചോദിക്കുകയാണ്, പാർലത്ത് എത്ര സീറ്റ് പിടിക്കും? അല്ല, ഞാൻ പറയുമ്പോൾ 17 സീറ്റ് കിട്ടുമെന്ന് പറയണ്ടേ? ഞാനിതിന് മുൻപ് നടക്കാതെ ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞു വന്ന് ഇപ്പോഴും നേരത്തെ പറഞ്ഞ അതേപോലെ നിൽക്കുന്നു. ഏറ്റവും വലിയ
അവിടുത്തെ ഒറ്റകക്ഷിയാവാൻ ഞങ്ങളുടെ കണക്കുകൾ വെച്ച് ഞങ്ങൾ ഇന്നലെ കൂടിയ ഞങ്ങളുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി എടുത്ത് പരിശോധിച്ചപ്പോൾ BJPയും ഇവരൊന്നും അവിടെ ഒരു പാർട്ടിയല്ല അല്ലെങ്കിൽ ശക്തിയില്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഇവർക്ക് ഇവരുടേതായ പോക്കറ്റുകളുണ്ട്. CPMനും CPIക്കും ഇവരുടേതായ നല്ല പോക്കറ്റുകളുണ്ട്. BJPക്കുണ്ട്. കോൺഗ്രസിനും അതുപോലെയുള്ള പോക്കറ്റുകളുണ്ട്. ആ പോക്കറ്റുകളിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിസ്സാര വോട്ടുകൾക്ക് ഞങ്ങൾ പരാജയപ്പെട്ടു. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ മാഷ് നിൽക്കുന്ന വലിയ ഒരു മത്സരത്തിലാണ്. കാരണം അവിടെ അസംബ്ലി തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ UDF ഭൂരിപക്ഷം കിട്ടുന്ന വാർഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ മാഷ് വിജയിച്ചാൽ അതൊരു വ്യക്തിപരമായിട്ടുള്ള വിജയമാണ്. പാർട്ടികൾ അത്തരം കാൽക്കുലേഷനും വ്യക്തിപരമായ ഒരു അസസ്മെൻറ്റുകളൊക്കെ നമ്മൾ നടത്തുമ്പോൾ നമുക്ക് തോന്നുന്നത് പഞ്ചായത്തിൽ നല്ല അടിയൊഴുക്കുണ്ട്, സൈലൻ്റായ മൂവ്മെൻ്റ് ഉണ്ട്. ഈ ഗവൺമെൻറ്റിന്, കേരളത്തിലെ ഗവൺമെൻറ് സ്വല്പം ഒന്ന് മോശമായോ എന്ന നല്ല ഒരു വിചാരം ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഇവർ നല്ല ചെയ്തില്ല എന്നൊന്നല്ല ഞാൻ പറഞ്ഞു, ഞാൻ കുറച്ച് മാനസികമായിട്ട് പറയാം. എങ്കിൽ പോലും കുറേ ഈ അഴിമതി ഇങ്ങനെ പറഞ്ഞ് കേട്ട് വരുമ്പോൾ ചില മനസ്സുകൾ അത് നമ്മൾ ഞാൻ കണക്ക് പറയുന്നില്ല. ഞാൻ ഇപ്പോഴും പറഞ്ഞ വാചകത്തിൽ നിൽക്കുന്നു. ഒറ്റ കക്ഷി എന്ന നിലയിൽ ഏറ്റവും വലിയ സംഘടന, ഏറ്റവും അധികം സീറ്റുകൾ ഞങ്ങൾക്കായിരിക്കും. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഈ കാര്യം കൂടെ ഒന്ന് സൂചിപ്പിക്കണം. കഴിഞ്ഞ 11 വർഷമായിട്ട് കേന്ദ്ര സർക്കാർ BJP ഭരണത്തിലാണ്. കേരളത്തോട് ഒരു ചിറ്റമ്മ നയമാണ്. മറ്റൊരു സംസ്ഥാനങ്ങളോട് ഇങ്ങനെ ഇല്ല. പ്രത്യേകിച്ച് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളോടുണ്ട്. എല്ലായിടത്തും ഇല്ല. പക്ഷേ ഏറ്റവും കൂടുതൽ വിരോധം ഈ മലയാളികളുടെ കൊച്ചുതുരുത്തിനോടാണ്. അവിടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം നടക്കുന്നത്. 77,000 കോടി രൂപ കേന്ദ്രം നികുതി ഇനത്തിൽ കേരളത്തിന് തരാനുണ്ട്. ആ പൈസ ഫെഡറൽ സംവിധാനം വെച്ച്, ഞാൻ നേരത്തെ നെല്ലിൻ്റെ പ്രശ്നം പറഞ്ഞാൽ 1200 കോടി തരാനുണ്ട്. എന്നിട്ടാണ് പറയുന്നത് എന്താ പൈസ കൂട്ടാത്തതെന്നേ. അപ്പോൾ ആ ഫെഡറൽ തത്വങ്ങളനുസരിച്ച് പറയുകയാണെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ട വിഹിതമാണ്. ആ അർഹതപ്പെട്ട വിഹിതങ്ങൾ തരാത്തതിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് അന്തിമ വിധിക്ക് കാത്തിരിക്കുക. ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രാധാന്യം കൊണ്ടാണ് അത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചത് അത്രമാത്രം കേന്ദ്രം ഞെരുക്കിയിട്ടും CAG റിപ്പോർട്ട് കഴിഞ്ഞ മാസം പ്രസിദ്ധീകരിച്ചു. അതിൽ തനത് ഫണ്ട് ഇനത്തിൽ ഏറ്റവും വരുമാനം ഉണ്ടാക്കിയ സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ്. നമ്മളെ കേന്ദ്രം ഈ രൂപത്തിൽ നിഷേധാത്മക സമീപനം എടുത്താലും സംസ്ഥാനത്തിൻ്റെ വർദ്ധിച്ച രൂപത്തിലുള്ള വിഭവ ശേഷി നമുക്ക് ഉപകാരപ്രദമാക്കാനായിട്ട് കഴിയും. നേരത്തെ പറഞ്ഞ നമ്മുടെ ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇടതുപക്ഷം ഒരു 13-14 സീറ്റ് കിട്ടും പാർലത്ത് എന്നുള്ളത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഞാനിവിടെ പറയാം. മുഴുവനായിട്ട് തൂത്തുവാരില്ല, മുഴുവനും തൂത്തുവാരുന്നാണ് പ്രതീക്ഷ. അത് ഈ പറഞ്ഞതിൽ ഞാൻ ചിലപ്പോൾ 17 സീറ്റും ജയിച്ചുകൂടായില്ല. ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, അടിയൊഴുക്കുകൾ അവിടെയുണ്ട്. പിന്നെ പാർല ഗ്രാമപഞ്ചായത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്നത്, ഞാൻ പറഞ്ഞല്ലോ, 2 സഹകരണ സംഘങ്ങൾ നമ്മുടെ അമ്മാറും വെങ്കിടിശ്ശേരി അവരും പറഞ്ഞിട്ടുണ്ട്, ഒരു ടൈപ്പ് ആയിട്ടുണ്ട്, സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അഡാട്ട് മോഡല് നെല്ല് സംഭരണം തുടങ്ങാനായിട്ട് പാർലം റൈസ് അല്ലെങ്കിൽ അമ്മാടം റൈസ് എന്നുള്ള രീതിയിൽ അതിനുള്ള സംഭവം നമ്മൾ ഏറ്റെടുക്കുകയാണ്. ഇതുപോലെ തന്നെ അപ്പം പിന്നെ ഈ കർഷകരുടെ പൈസ കിട്ടുന്ന ഒരു വിഷയം തീർച്ചയായും പരിഹാരമാവും. നല്ല രൂപത്തിലുള്ള ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനും നമുക്ക് സാധിക്കും. ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പാതയോരങ്ങൾ വൃത്തിഹീനമായി കിടക്കുന്നത് മുഴുവൻ കൊണ്ടുവരാനായിട്ട് കഴിയും. എല്ലാ റോഡുകളും സുരക്ഷിതമായിട്ട്, ഇപ്പോൾ എൻ്റെ വാർഡിലൊക്കെ ഞാൻ ഭരണത്തിൽ കയറി ആദ്യത്തെ വർഷം ടാർ ചെയ്ത റോഡ് എന്ന് പറഞ്ഞാൽ 4 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും റീടാറിങ് എല്ലാ റോഡുകളും ചെയ്തു. അത്രയും പരിപൂർണമായിട്ട് നോക്കുന്ന വാർഡുകളാണ്. അപ്പോൾ ജനങ്ങൾക്ക് താല്പര്യപ്രകാരം അവരുടെ വികസനവും അവരുടെ ക്ഷേമവും അവരുടെ ആരോഗ്യവും വിദ്യാഭ്യാസവും ഉറപ്പുവരുത്താൻ ഏതൊക്കെ രീതിയിൽ ഹൈടെക്കായിട്ട് നടത്താൻ പറ്റും അതൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് സൂചന. കേന്ദ്ര ഫണ്ടിനെ കുറിച്ച് പറഞ്ഞില്ല. ഈ പഞ്ചായത്തിന്റെ കാര്യം, പഞ്ചായത്തിന്റെ
പഞ്ചായത്തിൻ്റെ 3.5 കോടി രൂപ ഉപയോഗിച്ചുള്ള ബഡ്ജറ്റ് വിഹിതമാണ്. ആ ബഡ്ജറ്റ് വിഹിതം അനുവദിച്ചപ്പോൾ നമ്മുടെ ഒരു പ്രപ്പോസൽ വന്നു. ആ ബഡ്ജറ്റ് വിഹിതത്തിൽ 3.5 കോടിയിൽ ഇൻറ്റീരിയർ ഡെക്കറേഷൻ, AC സംഭവങ്ങൾ ഒക്കെ ആവാം എന്ന് പറഞ്ഞ് പഞ്ചായത്ത് ഭരണസമിതി ആ 3.5 കോടി എൻജിനീയറിംഗ് കോളേജിലാണ് അതിൻ്റെ സ്ട്രക്ചറൽ ഡിസൈൻ. അപ്പോൾ പഞ്ചായത്ത് തന്നെ അത് സ്ട്രക്ചറൽ ഡിസൈൻ കൊടുക്കുന്നു. അതിന് കുറേ പ്രോസസ്സ് ഉണ്ട് കേട്ടോ. അത്ര എളുപ്പമല്ല ബഡ്ജറ്റ് വിഹിതമൊക്കെ പാസ്സായി കിട്ടുക എന്ന് പറഞ്ഞാൽ MLAയുടെ ആസ്തി വികസന ഫണ്ട് പോലെയല്ല. MLAയുടെ ആസ്തി വികസന ഫണ്ട് കളക്ടർ അവിടെ പാസ്സായാൽ പിറ്റേ ആഴ്ച പണി തുടങ്ങാം. ഇതതുപോലെയല്ല, അതിനൊരു കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര വൈകിയത്. ഇപ്പം അത് കെട്ടിടം കോൺട്രാക്ട് എടുത്തിട്ടുണ്ട്. 15 മാസത്തിനുള്ളിൽ അതിൻ്റെ വർക്ക് പൂർത്തീകരിക്കും. ഇപ്പം ഞങ്ങൾ ചെന്ന് മാവേലി വന്നല്ലോ ഇപ്രാവശ്യത്തെ ഓണത്തിന്. ഇപ്പം ഞങ്ങള് വെറുതെ മണ്ണാരം തോടിൻ്റെ അവിടെ പോയ ഒരു ഓഫീസിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾക്കുള്ള ഓഫീസ് നിലവിൽ പൊളിച്ചു കളഞ്ഞ ഓഫീസിനേക്കാൾ മനോഹാരിതയുള്ളതാണ്, സ്ഥല സൗകര്യമുള്ള ഓഫീസാണ്. അപ്പൊ അത്ര മോശം ഓഫീസിലല്ല ഞങ്ങൾ ഇരിക്കുന്നത്. ഒരു സമയബന്ധിതമായിട്ട് ഒരു പ്ലാനിൽ ചെയ്യുകയാണെങ്കിൽ അത് ഇത്ര നാള് വൈകുണ്ടായിരുന്നു എന്നാണ്. എനിക്ക് ഒറ്റ അടുത്ത വർഷം വരുമ്പോ ഇവിടെ ഞങ്ങളൊക്കെ പറഞ്ഞ ഈ അഭിപ്രായങ്ങളുമായി ബന്ധപ്പെട്ട് അപ്പൊ ഞങ്ങള് അവിടെ വരവേൽക്കാനുണ്ടാവും. അപ്പൊ അതിന് കൂടെ തന്നെ മീഡിയ ഫോർ ഈ 3 നേതൃത്വത്തിനോടും ആവശ്യപ്പെടാനും ചോദിക്കാനുള്ള കാര്യം, ആരോഗ്യ മേഖല ഒന്ന് എടുത്തു നോക്കിയാലും, കാർഷിക മേഖല എടുത്തു നോക്കിയാലും, വിദ്യാഭ്യാസ മേഖല എടുത്തു നോക്കിയാലും ഏറ്റവും മികച്ച ഒരു കാഴ്ചപ്പാടിൽ തന്നെയാണ് പഞ്ചായത്ത് ഭരണസമിതിയും അതോടൊപ്പം തന്നെ UDF-ന്റെയും LDF-ന്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും പ്രതിനിധികളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അനന്ത സാധ്യതകളുള്ള ഒരു മേഖലയാണ് പാർല ഗ്രാമപഞ്ചായത്തിലെ ടൂറിസം മേഖല. വട്ടപൂജ്യമല്ലേ എന്ന് ചോദിച്ചാൽ വെറും വട്ടപൂജ്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് തൃശ്ശൂർ നഗരത്തിൽ നിന്ന് അധിക ദൂരമില്ലാത്ത കോൾപ്പടവുകളാൽ ചുറ്റപ്പെട്ട മനോഹരമായ സായന്തനങ്ങളിൽ വന്ന് അല്പം വിശ്രമിക്കാവുന്ന ചാക്യാർ കടവ് തൊട്ട് എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തിട്ടില്ല. ഞാനൊരു പ്രകടന പത്രിക കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഈ പ്രകടന പത്രികയിൽ അതുണ്ട്. അതായത് നമ്മുടെ സമീപസ്ഥ പഞ്ചായത്തുകൾ പുള്ള്, അതുപോലെ നമ്മുടെ പഞ്ചായത്തിലെ പൂത്രയ്ക്കൽ, ശാസ്താംകടവ്, ആ പറയുന്ന താണിക്കമരയം, ഈ പാടശേഖര സമിതികളെ ബന്ധപ്പെടുത്തി വലിയ ടൂറിസ്റ്റ് ഹബ്ബ് നമ്മൾ ഉണ്ടാക്കാനായിട്ടുള്ള പദ്ധതികൾ ഇട്ടിട്ടുണ്ട്. അത് MLA ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അടുത്ത ഭരണസമിതി കയറിയാൽ അതിനായിട്ടുള്ള ഫണ്ടിങ് അത്. ഒരു കാര്യം ഞാൻ പറയാം, ഈ കേരള ഗവൺമെൻറ് പുതിയത് 6 മാസം കഴിഞ്ഞാൽ കേരള ഗവൺമെൻറ് വരുമല്ലോ, പഞ്ചായത്തുകളും അനുകൂലമായി വരികയാണെങ്കിൽ ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു വികാരം, ഇപ്പോൾ ചേനത്ത് അവരുടെ ചേനം തരിശ് പടവ് സഹകരണ സംഘം അവിടെ നമ്മുടെ ബോട്ട് ബോട്ട് വളരെ നല്ല കൊട്ടവഞ്ചി അത് വളരെ ആകർഷണീയമായിരുന്നു. പക്ഷെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. അല്ല, ഞാനത് ചോദിക്കാൻ കാരണം മാഷിന്റെ നേതൃത്വത്തിലാണ് നമ്മുടെ പൂത്രക്കൽ പാടത്ത് ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു സ്പോട്ട് ചെയ്തത്. എത്ര വഴിയാത്രക്കാർ അവിടെ വന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് പക്ഷേ ഒറ്റ കാര്യം കൂടിയേ ഉള്ളൂ, അത് വൃത്തിയായിട്ട് തന്നെ നിലനിർത്തണം. ഇപ്പോൾ ചില സമയങ്ങളിൽ അത് ഞാൻ വലിയത് പറയല്ല, UDF-ന്റെ ചില മെമ്പർമാർ വാർഡിൽ പുല്ല് വെട്ടുന്നത് ഫേസ്ബുക്കിലിടുക, ബാലിശമായ കാര്യങ്ങൾ. എൻ്റെ വാർഡിലെ എല്ലാ പാതയോരും പുല്ല് വെട്ടി നന്നായിട്ട് സംരക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജേക്കബേട്ടൻ പറഞ്ഞ പൂത്രക്കൽ പാടം ഉൾപ്പെടെ പുല്ല് വെട്ടി സഞ്ചാരികൾക്ക് അവിടെ വന്ന് ഇരുന്ന് സെൽഫി എടുക്കാനും അതുപോലെ ബെഞ്ചൂട്ടിട്ടുണ്ട്. ഒരു ഊഞ്ഞാലും ഒരാൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഈ മാതൃക എല്ലാ പൊതു ഇടങ്ങളിലും നല്ല, അതൊക്കെ ഒരു കോമൺ ആയ വ്യൂവാണ്. അത് നമ്മുടെ പഞ്ചായത്തിന് ഏറ്റവും നല്ല ഒരു കാഴ്ചപ്പാടാണ്. ഞാൻ പഞ്ചായത്ത് ആര് ഭരിക്കുന്നു എന്നതിനേക്കാൾ ഉപരി നാട്ടിലുണ്ടാകുന്ന ഒരു വികസനത്തിൻ്റെ ഭാഗം. പിന്നെ ടൗണുമായി ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത് പുള്ളും ജൂബിലി പടവും ചേന എല്ലാം കൂടി ഒരു ഹമ്പ് വരുന്ന സാധ്യതയുള്ള നമുക്ക് ചാലുകളുണ്ട്. ഈ ചണ്ടി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഈ ചണ്ടിയാണ്. ഈ ചണ്ടി സ്ഥിരമായി നീക്കം ചെയ്യാൻ ഗവൺമെൻറ് തലത്തിലുള്ള ഒരു സംവിധാനം, സ്ഥിരമായി ഇത് വർദ്ധിക്കാതിരിക്കാൻ ആവശ്യമായ സാഹചര്യം അതുണ്ടായാലേ ഇതൊക്കെ നടക്കുകയുള്ളൂ. തീർച്ചയായിട്ടും. എന്തായാലും നമ്മുടെ ചർച്ചയുടെ ഒരു സമാപനത്തിലേക്ക് കുറിക്കുകയാണ്.
തദ്ദേശ പോരിലെ പാർല ഗ്രാമപഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികൾ, പ്രത്യേകിച്ച് ഓരോ പാർട്ടിയുടെ പ്രതിനിധികളാണ് നമ്മളോട് പങ്കിട്ടത്. ആശയങ്ങളിലുണ്ടാവാം, ആശയത്തിൽ സംവാദങ്ങളുണ്ടാവാം. ആശയത്തിലെ സംവാദങ്ങളെക്കാൾ ഉപരി സൗഹൃദങ്ങളാണ് ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത്. ആശയങ്ങൾ പറയുമ്പോൾ അത് ആ ഒരു വ്യക്തിത്വമാണ്. പക്ഷേ എങ്കിൽ പോലും ഇതെല്ലാം സൗഹൃദത്തിൻ്റെ ആ ഒരു അതിർവരുമ്പോൾ ഒന്നും ഞങ്ങൾ ലംഘിച്ചിട്ടില്ല. LDF ജനങ്ങളോട് എന്താണ് ആവശ്യപ്പെടാനുള്ളത്? എന്താണ് അവരോട് കൊടുക്കുന്ന ആ ഒരു ആശയം എന്താണ്? ജനങ്ങളുടെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കഴിഞ്ഞ 45 വർഷമായിട്ട് 5 വർഷം മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭരണം കിട്ടാതിരുന്നത്. ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു പഞ്ചായത്ത് ആണ് ഇടതുപക്ഷം വിഭാവനം ചെയ്യുന്നത്. ജനങ്ങളുടെ ക്ഷേമ ഐശ്വര്യം, അതുപോലെ തന്നെ കാർഷിക വൃത്തിയുടെ ഈ പറയുന്ന നെല്ല് സംഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ നേരത്തെ സൂചിപ്പിച്ച പദ്ധതികൾ ഒക്കെ ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുഴുവൻ നടത്താനും പഞ്ചായത്തിലെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും അവിടെ കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല. എല്ലാ വാർഡുകളിലും തുല്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താനും ഈ വരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സഹായിക്കും. ചെങ്കൊടി പാറും തീർച്ചയായും. ഇവിടെ ഞങ്ങൾ ഈ 45 വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റുമാരാണ് ഉണ്ടായിരുന്നത്. അന്ന് പാലിശ്ശേരിയും ചെറുവത്തേരിയും പാർലത്തായിരുന്നു. ആ ചെറുവത്തേരിയും പാലിശ്ശേരിയും പോയതിന് ശേഷമാണ് കോൺഗ്രസ്സിന് അധികാരം നഷ്ടപ്പെട്ടത്. 2-3 സീറ്റ് എപ്പോഴും മൈനസ് വരുന്നു. അങ്ങനെയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഒരു ചെറിയ കാലഘട്ടത്തിലൊക്കെ പ്രസിഡൻ്റ് ആയിട്ടുണ്ട്. അതൊക്കെ CPM-ൻ്റെ പിന്തുണയോടുകൂടി കോൺഗ്രസ് പ്രസിഡൻ്റ് ആയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇടക്കാലത്ത് വെച്ച്. പക്ഷേ ഞങ്ങളുടെ മനസ്സിലുള്ളത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ മനസ്സിലുള്ളതും അല്ലെങ്കിൽ പാർട്ടിയുടെ മനസ്സിലുള്ളതും കാർഷിക പ്രദേശമായ ഈ ഗ്രാമത്തെ കാർഷിക രംഗത്ത് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പഞ്ചായത്താക്കി മാറ്റുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഈ കുടിൽ വ്യവസായവും അതുപോലെ തന്നെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെയും സംരക്ഷിക്കാൻ കഴിയുന്ന കുടിൽ വ്യവസായങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെറുപ്പക്കാരായ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് അവർക്ക് കൂടുതൽ മെച്ചമുണ്ടാകുന്ന എന്തെങ്കിലും ഒരു സംവിധാനം നമുക്കുണ്ടാക്കാനുള്ള ഇതിന് പ്രാധാന്യം കൊടുക്കുകയും ആരോഗ്യരംഗത്തും വളരെ ശക്തമായ നിലപാടുകളുമായി നമ്മുടെ പഞ്ചായത്തിലുള്ള ആളുകൾക്ക് പുറത്തൊരു സ്ഥലത്തേക്ക് പോകാതെ നമ്മുടെ നാട്ടിൽ തന്നെ ചികിത്സ കിട്ടാവുന്ന എല്ലാ ആധുനിക സൗകര്യങ്ങളുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളെ വെല്ലുന്ന ഒരു സ്ഥാപനമായി നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തെ മാറ്റണം എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷത്തേക്കാളും നില മെച്ചപ്പെടുത്തും. തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും നില മെച്ചപ്പെടും. ഞാൻ പറഞ്ഞ കണക്കുകൾ തന്നെ അതാണ്. കാരണം ആ കണക്കുകൾ ഞാൻ പറഞ്ഞു, അതിനാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. അത് ഞങ്ങൾ തിരിച്ചുപിടിക്കും. ഭാരതീയ ജനതാ പാർട്ടി വികസനത്തിൻ്റെ ഒരു ഏത് രീതിയിലാണെന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഇവിടെ എല്ലാ മേഖല എല്ലാവർക്കും വീടില്ലാത്തവർക്ക് വീട് അത് വളരെ കുറവാണ്. ഇപ്പോൾ ഇവിടെ വീടില്ലാത്ത ആളുകൾ കൂടുതലുള്ള ഒരു ഭാഗം. അപ്പോൾ കേന്ദ്ര സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് ഞങ്ങൾ വീട് എത്തിക്കാനുള്ള ഞങ്ങൾക്ക് അതിനാണ് സാധിക്കിപ്പോൾ. ഇപ്പോൾ ഒരു MP ഉള്ളതുകൊണ്ട് ആ വഴിക്ക് ഞങ്ങൾക്ക് ഇവിടെ വികസനങ്ങൾ എത്തിക്കാൻ പറ്റും. എല്ലാ മേഖലയും ജെയിംസ് വാഷ് പറഞ്ഞ പോലെ വഴിയോര പാതകളിൽ മാത്രമല്ല, റോഡിൻ്റെ ഈ നാടിൻ്റെ എല്ലാ മേഖലകളിലും വികസനത്തിൻ്റെ പൂന്തോട്ടം ഞങ്ങൾക്ക് അലങ്കരിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. താമരകൾ കൂടുതൽ വിരിയുമോ? താമരകൾ കൂടുതൽ വിരിയും. കാരണം അതിനുള്ള പുള്ളില് നല്ല താമരയുടെ പുള്ളിലെ താമരകൾ കൂടുതൽ വിരിയുമെന്നാണ് പറഞ്ഞു. പുള്ളിലെ താമരയല്ല, പാർലത്തെ താമരകളാണ്. വാർഡിലെ താമരകൾ 11 താമരകൾ ഇവിടെ വിരിയും. എന്തായാലും താമരകൾ കൂടുതൽ വിരിയട്ടെ, ത്രിവർണം പാറിപ്പറക്കട്ടെ, ചെങ്കുടി ആടി ഉലയട്ടെ. അല്ലെങ്കിൽ ആടി ഉലയല്ല, വീണ്ടും വീണ്ടും വർദ്ധിത ആവേശത്തോടെ വരട്ടെ. 3 പാർട്ടി വ്യക്തിത്വങ്ങൾക്കും ഞങ്ങൾ ആശംസകൾ നേരുകയാണ്. പാർലത്തെ സംബന്ധിച്ച് നമുക്കറിയാം, പാർലം പ്രത്യേകിച്ച് വോട്ടർമാർ ഒരു കാഴ്ചപ്പാടുള്ള വോട്ടർമാരാണ്. പാർലത്തിന് ഇതുവരെയും LDF-നെ കൈവിട്ടിട്ടില്ല. ഇടയ്ക്ക് UDF-നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ കുറി 3 താമരകൾ വിരിഞ്ഞതാണ്. ഈ കുറി അതിൽ കൂടുതൽ താമരകൾ വിരിയുമെന്ന ആശ്വാസവും അല്ലെങ്കിൽ ഉള്ളിലൊരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് BJP രംഗത്തുള്ളത്. എന്ത് തന്നെയാണെങ്കിലും തെരഞ്ഞെടുപ്പ് രംഗം ഇനിയുള്ള ദിവസം ചൂട് പിടിക്കുന്നതിൽ ഒരു സംശയമില്ല. തദ്ദേശ പോരിൽ ഇന്ന് പാർലത്തോടൊപ്പമാണ് സഞ്ചരിച്ചത്. പാർലത്തിലെ ഇന്ന് ഇവിടെ ഉന്നയിച്ച ആശയങ്ങളെല്ലാം തന്നെ ഒരുപക്ഷെ അത് നിലവിൽ നടന്ന ആശയങ്ങൾ, ഇനി നടക്കാൻ പോകുന്ന ആശയങ്ങൾ, എങ്ങനെ ഒരു ഗ്രാമപഞ്ചായത്തിനെ വികസന മാതൃകയിലേക്ക് കൊണ്ടുപോകാമെന്നാണ് 3 നേതൃത്വ നിരയിലുള്ള ആളുകളും ആശയം പങ്കുവച്ചത്. അത് പ്രാവർത്തികമായി തീരട്ടെ എന്ന്
മീഡിയ ഫോർ ആശംസിക്കുകയാണ്. നാളെ ഒരു കാര്യം, മീഡിയ ഫോറിന് ഇങ്ങനെ ഒരു ചർച്ച നടത്തുകയും ഒരു ഗ്രാമീണ മേഖലയിലെ വികസന പ്രവർത്തനങ്ങളെ ചർച്ച നടത്തി ഇത്തരം ആശയങ്ങളെ സ്വരൂപിക്കുകയും ചെയ്ത മീഡിയ ഫോറിന് ഹൃദയംഗമായ നന്ദി. ഞാൻ ഇതുവരെ മീഡിയ ഫോറിൻ്റെ ഇങ്ങനത്തെ ചർച്ചകളിൽ പങ്കെടുത്തിട്ടില്ല. ഇപ്രാവശ്യം പങ്കെടുക്കുന്നതിൽ വലിയ ചാരിതാർത്ഥ്യമുണ്ട്. പ്രത്യേകിച്ച് ഞാനൊരു സ്ഥാനാർത്ഥി കൂടി ആയതുകൊണ്ട് എന്തായാലും നിങ്ങൾ സംഘടിപ്പിച്ച ഈ ഉദ്യമത്തിന് വലിയ പിന്തുണ നൽകുക. സന്തോഷമുണ്ട്. അതുപോലെ തന്നെ മീഡിയ ഫോറിന് ഇതുപോലെ ഞാനും ആദ്യത്തെ തവണയാണ്. എന്തായാലും ഞങ്ങളെ ക്ഷണിച്ചു, ഇത്തരത്തിലുള്ള നല്ലൊരു ചർച്ച നടത്തി അതിന് നേതൃത്വം കൊടുത്തു. മീഡിയ ഫോറിനെ സംബന്ധിച്ച് ഒറ്റ വാക്കുകൂടി ഇത് പറഞ്ഞ് നമുക്കൊന്ന് സമാപിക്കാം. ഞങ്ങൾക്കൊരു പക്ഷമില്ല, ഞങ്ങൾ ജനപക്ഷമാണ്, നിഷ്പക്ഷമാണ്. അതിപ്പോ നിശിതമായി വിമർശിക്കേണ്ടടുത്ത് നിശിതമായി ജെയിംസ് മാഷ് അടക്കം ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ട്, ജേക്കബ് സാറിനെ വിമർശിച്ചിട്ടുണ്ട്, ഭാരതീയ ജനതാ പാർട്ടിയെ ഞങ്ങൾ വിട്ടിട്ടില്ല. പക്ഷേ അവിടെയെല്ലാം ജനങ്ങൾ ചോദിക്കേണ്ടത്, ജനങ്ങൾക്ക് കൊടുക്കേണ്ട ഉത്തരങ്ങൾ, അവർക്ക് ആഗ്രഹിക്കുന്ന, അവർ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കുന്നു എന്ന് മാത്രം. അത് ആ ഒരു നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം, പ്രാദേശിക മാധ്യമ പ്രവർത്തനം ഞങ്ങളിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണ സപ്പോർട്ടും പിന്തുണയും ഉണ്ടാവട്ടെ. ഭരണസമിതിയിലേക്കും ഭരണപക്ഷത്തേക്കൊക്കെ ആര് വന്നാലും അവരെല്ലാം നമ്മുടെ അടുത്ത സുഹൃത്തുക്കളേക്കാൾ ഉപരി ഈ നാടിന്റെ വികസനം നടത്താൻ മുന്നോട്ട് വരുന്നവരാണ്. 3 പാർട്ടിക്കും ആശംസകൾ നേരുകയാണ്. അപ്പോൾ നാളെ മറ്റൊരു പഞ്ചായത്തിൽ തദ്ദേശ പൂരമായി കണ്ടുമുട്ടാം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിച്ച് പറയുക. ഞങ്ങൾ വീണ്ടും സഞ്ചരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന്റെ തദ്ദേശ പൂരിലൂടെ. തെരഞ്ഞെടുപ്പിന്റെ ദിവസമടക്കം, തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനമടക്കം തത്സമയമാണ് പ്രേക്ഷകരുടെ സ്വീകരണ മുറിയിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. തദ്ദേശം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. നാളെ മറ്റൊരു പഞ്ചായത്ത്.